السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സ്നേഹാദരണീയരായ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും എന്താണ് അതിനുള്ള കാരണങ്ങളും പരിഹാരവും എന്നതിനെപ്പറ്റി കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെയും വെളിച്ചത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ, ഇസ്ലാമികമായ പരിഹാരങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെ തുടർന്ന് അല്പം വിശദമായി അതിൻ്റെ ചില ഭാഗങ്ങൾ അതിനോട് തുടർച്ചയായി സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമതായി, എന്താണ് നമുക്ക് വിഷമവും ദുഃഖവും ബാധിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് മനുഷ്യന് വിഷമങ്ങളും ദുഃഖങ്ങളും അവനെ അലട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാർഗം എന്താണ്, കാരണം എന്താണ്? ഒന്നാമതായി, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഫവാതു മഹ്ബൂബിൻ ഔ ഹുസൂലു മക്രൂഹിൻ. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുകയോ ആഗ്രഹിക്കാത്തത് സംഭവിക്കുകയോ ചെയ്യുക. നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം അത് നഷ്ടപ്പെടുകയോ നമ്മൾ ആഗ്രഹിക്കാത്ത അനിഷ്ടകരമായ കാര്യം സംഭവിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും മനുഷ്യന് പ്രയാസമുണ്ടാകും, അതവനെ വിഷമിപ്പിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുകയും ആഗ്രഹിക്കാത്തത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ വിഷമത്തിലും ദുഃഖത്തിലും ആണ്ടുപോകുന്നവരാരാണ്? അദ്ദേഹം പറയുകയാണ്, മുഅദ്ദബൻ ഫി ദുനിയ ബിതൻഗീസി ശഹവാതിഹി വശിദ്ദതി ഇഹ്തിമാമിഹി ബിതലബി മാ ലം യുഖസ്സിം ലഹു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കിട്ടാതെ പോകുമ്പോൾ, നമുക്ക് അല്ലാഹു വിധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അത് വല്ലാതെ മോഹിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്തൊരു കാര്യത്തെപ്പറ്റി ദുഃഖത്തിലാണ്ട് പോകുക ദുനിയാവിൻ്റെ ആളുകളാണ്, ദുനിയാവ് തേടുന്നവരാണ്. ദുനിയാവിൻ്റെ വക്താക്കൾക്കൊരിക്കലും ദുഃഖവും വിഷമവും ആകുലതയും വ്യാധിയും പരാതിയും അത് അവസാനിക്കുകയില്ല. അവർക്ക് നഷ്ടബോധവും ഖേദവും അതൊരിക്കലും നിലക്കുകയില്ല. വഹിർസുൻ ലാ യൻഫദ്, അവരുടെ ആഗ്രഹവും പൂതിയും അത് മരിക്കുവോളം അവസാനിക്കുകയില്ല. വദുന്നുൻ ലാ യൻതഹി വതമഉൻ ലാ യഖ്ല, അവരുടെ ദുനിയാവിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലും നിന്ദയും അതൊരിക്കലും അവരുടെ ആയുസ് അവസാനിക്കുന്നത് വരെയല്ലാതെ അവസാനിക്കുകയില്ല. അപ്പോൾ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് വിഷമവും ദുഃഖവും എന്തിൻ്റെ പേരിലാണ് ഉണ്ടാവാറുള്ളത്? ആഖിറത്തിലെ നഷ്ടത്തെക്കുറിച്ച് ഓർത്താണോ? ദീനിയായ എന്തെങ്കിലും നന്മകൾ കിട്ടാതെ പോയതിൻ്റെ പേരിലാണോ? അധികം ആളുകളും അധികം മുസ്ലിമീങ്ങളും ദുഃഖിക്കുന്നതിൻ്റെ പേരിലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാതെ പോയാൽ നമ്മൾ ദുഃഖിക്കും, നമ്മൾ ആഗ്രഹിക്കാത്തത് സംഭവിച്ചാൽ നമ്മൾ വിഷമിക്കും. സത്യത്തിൽ ഇത് മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല.
ഇത് മുഅ്മിനീങ്ങളുടെ നിലവാരമല്ല. നമ്മൾ ഈ വിഷയത്തിൽ ആദ്യ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മുഅ്മിനീങ്ങൾ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇൻ കുൻതും മുഅ്മിനീൻ വ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ വിശിഷ്യ അംബിയാക്കൾ അലൈഹിമുസ്സലാം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചാൽ അതിനെങ്ങനെ ചികിത്സിക്കണം, എങ്ങനെ പരിഹരിക്കണമെന്നത് നമുക്ക് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കഥ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏറ്റവും പ്രിയങ്കരനായ പൊന്നോമനയായിരുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ മക്കൾ തന്നെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങൾ ഉപേക്ഷിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ആ ദുഃഖം, ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. ഫവാത്തു മഹ്ബൂബ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഷ്ടപ്പെട്ട ഏറ്റവും സ്നേഹക്കനിയായ മകനെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആ ദുഃഖം എങ്ങനെ പ്രയാസപ്പെടുത്തി. അള്ളാഹു പറഞ്ഞില്ല, വതവല്ല അൻഹും വഖാല യാ അസഫ അലാ യൂസുഫ് വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം. ദുഃഖം കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെളുത്തുപോയി എന്നാണ്, കണ്ണിൻ്റെ കാഴ്ച ക്ഷയിച്ചു പോയി. ദുഃഖഭാരം വഹുവ കദീം. പക്ഷെ അദ്ദേഹം അത് ആരോടും പറഞ്ഞില്ല. അദ്ദേഹം ആ ദുഃഖം കടിച്ചമർത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ക്ഷയിച്ചു. അങ്ങനെ ഖാലു തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. യൂസുഫ് നബിയുടെ മറ്റു സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറ്റു മക്കൾ പറയാണ്, അല്ലാഹു സത്യം, താങ്കൾ ഇങ്ങനെ യൂസുഫിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് താങ്കൾ നശിച്ച് ഇല്ലാതായി തീരും എന്ന് ഞങ്ങൾ ഭയക്കുന്നു എന്നവർ പറയുവോളം അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി. പ്രയാസം ഉണ്ടാകാം, ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കാം. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹം അതിനെ ചികിത്സിച്ചത്? അവിടെയാണ് കാര്യം. ദുഃഖം ഒരാൾക്കും ബാധിക്കില്ല, വിഷമമുണ്ടാവില്ല, മനസ്സ് കുലുങ്ങുകയില്ല എന്നതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രയാസങ്ങൾ ഉണ്ടാകാം. ഏറ്റവും ശക്തമായി പ്രയാസം സഹിക്കേണ്ടി വന്നവർ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവർ അമ്പിയാക്കളാണ്. പക്ഷെ എങ്ങനെയാണ് അവരതിനെ ചികിത്സിച്ച് നമുക്ക് കാണിച്ചു തന്നത്? കൈഫ ആലജ ഹുസ്നഹു വകൈഫ തആമിൽ മഅ അഖ്ദാരി റബ്ബിഹി. അദ്ദേഹം പറഞ്ഞു, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു പറയുന്നു, ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. മക്കൾ ഇങ്ങനെ യൂസുഫിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ച് നശിച്ചു പോകും, നിങ്ങൾ ആരോഗ്യം ക്ഷയിക്കും, നിങ്ങൾ മരണപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ വേവലാതിയും വിഷമവും ദുഃഖവും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മാത്രമാണ് ബോധിപ്പിക്കുന്നത്, അള്ളാഹുവിനോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് എൻ്റെ ദുഃഖവും ആവലാതിയും ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരാളോട് ഞാൻ പറയുന്നില്ല, നിങ്ങളോടും ഞാൻ പറയുന്നില്ല. ലാ ഇലൈക്കും വലാ ഇലാ ഗൈരിക്കും മിനൽ ഖൽഖ്, വേറൊരു പടപ്പുകളോടും ഞാൻ അത് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്തത് അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു, നിങ്ങൾ അറിയാത്തത് അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യാശയാണ്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, വഅഅലമു മിൻ ലുത്ഫില്ലാഹി വഇഹ്സാനിഹി വഇജാബതിഹി ലിൽ മുദ്തറി വജസാഇഹി ലിൽ മുസാബ് മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരോട് അവൻ കാണിക്കുന്ന ദയ, അവൻ്റെ കനിവ്, അവൻ്റെ കരുതൽ, ബുദ്ധിമുട്ടുന്നവൻ അള്ളാഹുവിനോട് തേടിക്കഴിഞ്ഞാൽ അവൻ അവർക്ക് നൽകുന്ന ഉത്തരം, ക്ഷമിച്ചാൽ, പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചാൽ അള്ളാഹു അവർക്ക് നൽകുന്ന കണക്കില്ലാത്ത പ്രതിഫലം, അത് നിങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച്. വഅഅലമു മാ ലാ തഅലമൂൻ. അതിനെക്കുറിച്ച് എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്നത് എനിക്കറിയാം. അതിൽ അദ്ദേഹം പ്രതീക്ഷ അർപ്പിച്ചു. ഇന്നമ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ദുഃഖവും ദുരിതവും അദ്ദേഹം അടക്കി. അള്ളാഹുവിനോട് തൻ്റെ വിഷമവും വ്യസനവും അദ്ദേഹം രേഖപ്പെടുത്തി.
അള്ളാഹുലേക്ക് തിരിഞ്ഞു എന്നതാണ്. അപ്പോൾ അള്ളാഹുലേക്ക് തിരിയുക, റബ്ബിലേക്ക് സമർപ്പിക്കുക, റബ്ബിനോട് തേടുക എന്നതാണ് ദുഃഖവും ദുരിതവും മാറാനുള്ള ഒന്നാമത്തെ വഴി. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, എപ്പോഴും അള്ളാഹുലേക്ക് മടങ്ങുന്നവർ, എന്തു പ്രയാസത്തിലും അല്ലാഹ് എന്ന തേട്ടമുള്ളവർ, അവർക്ക് ദുഃഖവുമില്ല, പേടിയുമില്ല, ദുരിതവുമില്ല. അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ പേടിക്കുകയുമില്ല. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് ദുഃഖമില്ല. ഭാവിയിൽ നേരിടാനിരിക്കുന്നതിനെക്കുറിച്ച്, ആഖിറത്തിനെക്കുറിച്ച് അവർക്ക് ഭയവുമില്ല. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അവർ ഈമാനുള്ളവരാണ്, അള്ളാഹുവിൽ തഖ്വ അവലംബിച്ചവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ഈ പ്രതീക്ഷയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. വർഷങ്ങൾ കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന് അള്ളാഹു തിരിച്ചു നൽകി. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ഫലമ്മ അൻ ജാഅൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറ. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. നോക്കൂ നിങ്ങൾ, ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അപ്പോൾ അന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് മക്കളോട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുമെന്ന്? ഇതാ എൻ്റെ റബ്ബ് എനിക്ക് യൂസുഫിനെ തിരിച്ചു തന്നിരിക്കുന്നു, എൻ്റെ വിഷമം നീക്കി തന്നിരിക്കുന്നു, ആ വിഷമം കാരണത്താൽ നഷ്ടപ്പെട്ട കാഴ്ചയും തിരിച്ചു ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം പറയാണ്. അപ്പോൾ മറ്റു മക്കൾ പറയാണ്, ഖാലൂ യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങളുടെ പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, ഞങ്ങൾ തെറ്റുകാരായിപ്പോയി. ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. വന്യവയോധികനായി ഒരു കുഞ്ഞിക്കാല് കാണാം എന്ന പ്രതീക്ഷ അസ്തമിച്ച് നിൽക്കുമ്പോൾ തൻ്റെ അനന്തരാവകാശിയായി ഒരു കുട്ടി, ഒരു സന്താനം, അതിൻ്റെ സൗഭാഗ്യം, അതിൻ്റെ പ്രതീക്ഷ അസ്തമിച്ച സമയത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടുന്നത്. അങ്ങനെ വാർദ്ധക്യ ദശയിൽ പൊന്നോമനായ ഇസ്മായിലിനെ അലൈഹിസ്സലാം ഇബ്രാഹിം നബിക്ക് ലഭിക്കുകയാണ്. എന്നിട്ടോ കുട്ടി കളിച്ചു നടക്കുന്ന പ്രായത്തിൽ അറുക്കാൻ പറയുകയാണ്. കുട്ടി അറുക്കാൻ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങിയ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുകയാണ്. മകനോട് ചോദിക്കുകയാണ്. ഇസ്മായിൽ, കുട്ടിയായ ഇസ്മായിൽ അലൈഹിസ്സലാം എന്താണ് മറുപടി പറയുന്നത്? ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. താങ്കളോട് കൽപ്പിച്ചത് പ്രവർത്തിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമാലുക്കളിലായിത്തീരും എന്ന് അദ്ദേഹം പറയാണ്. താങ്കൾക്ക് എന്നെ കണ്ടെത്താം, ക്ഷമാലുവായി കണ്ടെത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടി അറുക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകി. ബലിയെറുക്കാൻ ബലിമൃഗത്തെ നിശ്ചയിച്ചു കൊടുത്തു. പിന്നീട് എന്തുണ്ടായി? തൻ്റെ ഭാര്യയെയും മകനെയും വിജനമായ, ഒരു മനുഷ്യനുമില്ലാത്ത, നിർജീവമായ, കായ്ക്കനികളില്ലാത്ത, മരങ്ങളില്ലാത്ത, ഫലഭൂയിഷ്ടിയില്ലാത്ത മണ്ണിൽ, ആ മക്ക മണലാരണ്യത്തിൽ തനിച്ചാക്കി ഉപേക്ഷിച്ചു പോരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇന്നെന്താണ് ആ ഭൂമിയുടെ അവസ്ഥ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം. എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ ദുആക്കുള്ള ഉത്തരമാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറപ്പാട്, അവിടുത്തെ നിയോഗം, നബുവത്ത് ഇബ്രാഹിം നബിയുടെ ദുആ ആയിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? ഒരു മനുഷ്യക്കുറ്റി പോലും ഇല്ലാത്ത വിജനമായ മരുഭൂമിയിൽ തൻ്റെ പിഞ്ചോമനെയും ഭാര്യയെ ഉപേക്ഷിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദുഃഖം കടിച്ചമർത്തി അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച് തിരിച്ചു പോരുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തുണ്ടായി ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ. ഇന്നിതാ ജനലക്ഷങ്ങൾ ദിവസവും ആ മഹത്തായ ഹറമിൻ്റെ ഭൂമികയിൽ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാൻ, അവൻ്റെ തൗഹീദിൻ്റെ മന്ത്രധ്വനികൾ ഉരുവിടാൻ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഹറമിൽ എത്തിച്ചേരുകയാണ്. മനുഷ്യന്മാർ നിലക്കാത്ത പ്രവാഹമായി ഇന്നും അവിടെ നിർബാധം അത്ഭുതകരമായി അവിടെ തുടരുകയാണ്. ഒരു മനുഷ്യക്കുഞ്ഞില്ലാത്ത കാലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഞെരിഞ്ഞമർന്ന് അദ്ദേഹം കടിച്ചമർത്തി അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച പ്രയാസത്തിൻ്റെ അത്ഭുതകരമായ അനന്തരഫലം. അള്ളാഹു ഇങ്ങനെ വിഷമങ്ങൾ നീക്കിത്തരും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം അത്ഭുതകരമായിരുന്നു അല്ലേ? ഫിറഔൻ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊല്ലാൻ കൽപ്പന ഇറക്കിയ കാലഘട്ടം, ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാത്ത കാലഘട്ടം. രഹസ്യമായി തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു പാലൂട്ടുന്ന ഉമ്മ. ഏത് നിമിഷവും ഫിറഔനും കിങ്കരന്മാരും കുട്ടിയെ കൊണ്ടുപോയി നശിപ്പിച്ചേക്കാം. അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്, വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇ, നീ ആ കുഞ്ഞിനെ പാലൂട്ടുക. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം, ഇനി ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ പുഴയിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുക. വലാ തഖാഫി വലാ തഹ്സനി, ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇന്നാ റദ്ദൂഹു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ, നിനക്ക് ഞാൻ അവനെ തിരിച്ചു തരും. എങ്ങനെ തിരിച്ചു തരും? കുഞ്ഞായി ഉപേക്ഷിച്ചവനെ റസൂലായി തിരിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെട്ടിയിലാക്കി ആ നദിയിൽ ഉപേക്ഷിച്ചു. എന്തായിരിക്കും ഉമ്മാൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ കാലത്ത് നമുക്കില്ലേ മക്കളും ഭാര്യയൊക്കെ, നമ്മുടെ ഭാര്യമാരോടൊന്ന് പറഞ്ഞു നോക്കും, ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ പറയും. സ്ത്രീകളെ നിങ്ങൾ കേൾക്കുന്നില്ല, എന്തായിരിക്കും അവസ്ഥ? ആ ഉമ്മാൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? സ്വന്തം പറക്കമുറ്റാത്ത കുഞ്ഞിനെ, പാലൂട്ടുന്ന കുഞ്ഞിനെ, മാറോടണക്കുന്ന കുഞ്ഞിനെ, വാത്സല്യക്കനിയായ കുഞ്ഞിനെ പെട്ടിയിലടച്ച് നദിയിൽ ഒഴുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എത്ര പ്രയാസമായിരിക്കും. പക്ഷേ അള്ളാഹു നൽകിയ പ്രതീക്ഷയിൽ അവർ അവലംബിച്ചു. അള്ളാഹു തിരിച്ചു നൽകുമെന്ന് പറഞ്ഞു, ക്ഷമിച്ചു, സഹിച്ചു. അങ്ങനെ പാലൂട്ടാൻ ഫിറഔന്റെ കരങ്ങളിലൂടെ തന്നെ ഉമ്മാക്ക് തിരിച്ചു നൽകുകയാണ്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, ആ കുഞ്ഞിനെ തൻ്റെ ഉമ്മായിലേക്ക് അള്ളാഹു തിരിച്ചു നൽകി. ഖൈ തഖറ ഐനുഹാ, അവരുടെ കണ്ണുകൾ കുളിർക്കാൻ വേണ്ടി. വലാ തഹ്സൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി. വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹു നൽകിയ വാഗ്ദാനം സത്യമാണ് എന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകൾ അത് അറിയുന്നില്ല. അവിടെയാണ് കാര്യം. അവിടെ നമ്മളൊക്കെ പരാജയപ്പെടും. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നോ അള്ളാഹു പോംവഴി ഉണ്ടാക്കി തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് റിസ്ക് നൽകും, നമ്മുടെ വയറ് നിറക്കും, അന്നം തരും. വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പം നൽകും. അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം അതൊരിക്കലും അവൻ ലംഘിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിന് നമ്മൾ അർഹരാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നിടത്താണ് കാര്യം. അതിൽ നമുക്ക് കുറച്ച് വിശ്വാസമുണ്ടോ, അവിടെ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണോ, അവിടെ നമ്മൾ സമർപ്പിതരാണോ എന്നിടത്താണ് വിഷയം. പക്ഷേ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധിക ആളുകളും അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെപ്പറ്റി അവനുള്ള ഉറച്ച വിശ്വാസം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് കാര്യം. അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാൻ സംഭരിച്ച് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സമ്പൂർണ്ണമായി അവൻ അവലംബിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഖുർആൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അമ്പിയാക്കളുടെ ചരിത്രം, സ്വാലിഹീങ്ങളുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം പാഠങ്ങൾ നമ്മുടെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ചികിത്സിക്കാൻ മന്ത്രങ്ങളായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ മനുഷ്യന് ദുഃഖമുണ്ടാകും നമ്മൾ പറഞ്ഞു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന എന്തിനാണ് അള്ളാഹു കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നത്, എന്തിനാണ് അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഖലാ ഖദറിലുള്ള വിശ്വാസം നമ്മെ ഊട്ടി ഉറപ്പിക്കുന്ന അതിൻ്റെ യുക്തി, അതിൻ്റെ രഹസ്യം നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഒരായത്തുണ്ട്. ഞാൻ അതുമാത്രം പറയാം. സൂറത്തുൽ ഹദീദിലെ 22-23 ആയത്തുകളാണത്. അള്ളാഹു പറയാണ്, മാ അസ്ഹാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും, ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം വിഷയങ്ങളിലാകട്ടെ സ്വന്തം ശരീരങ്ങളിലാകട്ടെ എന്തൊരു മുസീബത്ത്, എന്തൊരു ദുരിതം നിങ്ങളെ ബാധിക്കുന്നുണ്ടോ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി അവൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ സംഭവിക്കുന്നില്ല. എന്ത് ഭൂമിയിലാകട്ടെ നമ്മുടെ ജീവിതത്തിലാകട്ടെ സംഭവിക്കുന്നുണ്ടോ അല്ലാഹു അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കും, അതേ സംഭവിക്കൂ. അപ്പം എന്തെങ്കിലും പ്രതീക്ഷിക്കാത്തത് നനച്ചിരിക്കാതെ സംഭവിച്ചാൽ നമ്മൾ അതിലേക്കാണ് മടങ്ങേണ്ടത്. ഞാനിനി എന്ത് തലകുത്തി മറിഞ്ഞാലും, ഇത് സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളും പ്രിക്കോഷനും സ്വീകരിച്ചാലും അള്ളാഹു രേഖപ്പെടുത്തിയതാണ്, സംഭവിച്ചിരിക്കും. അന്നമ അസ്വാബന ലം യകുൻ ലിയുഖ്തിഅന, നമുക്ക് സംഭവിച്ചതൊന്നും സംഭവിക്കാതിരിക്കേണ്ടതല്ല.
സംഭവിച്ചതൊക്കെ സംഭവിച്ചേ തീരും. കാരണം അത് അല്ലാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്. വമാ അഖ്തഅനാ ലം യകുൽ യുസീബന, നമുക്ക് കിട്ടാതെ പോയതൊന്നും നമുക്ക് കിട്ടേണ്ടതുമല്ല. നമുക്ക് എന്ത് കിട്ടാതെ പോയോ, നമുക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടോ, അത് നഷ്ടപ്പെടേണ്ടത് തന്നെയാണ്. അത് നഷ്ടപ്പെടും, ഉറപ്പാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത എന്ത് സംഭവിച്ചോ അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. അത് സംഭവിച്ചിരിക്കും. അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്. എന്താണ് അതിൻ്റെ രഹസ്യം? ലിഖൈലാ തഅസൂ അലാ മാ ഫാതകും. എന്തിനാണ് അത് അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയത്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. വലാ തഫ്റഹൂ ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കാതിരിക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായ ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ആകസ്മികമായ എന്തെങ്കിലും മുസീബത്ത് നമ്മെ പിടികൂടിയാൽ നമ്മൾ ഈ ആയത്തിലേക്ക് മടങ്ങണം. അള്ളാഹു അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്. അത് സംഭവിച്ചേ തീരൂ. അള്ളാഹു രേഖപ്പെടുത്തിയത് സംഭവിക്കും എന്നുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കോ? കിട്ടാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കും? നോക്കൂ, നിങ്ങൾ ഖലാ ഖദറിലുള്ള വിശ്വാസം എത്ര സമാധാനമാണ് ഒരു മുഅ്മിന് സമ്മാനിക്കുക. ഈ വിശ്വാസമില്ലാത്തവർക്ക് എന്താണ് സഹോദരങ്ങൾ പ്രതിസന്ധികൾ പരിഹാരം? ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. അള്ളാഹു നിശ്ചയിച്ചതുപോലെ അവൻ്റെ വിധിയെ നടക്കൂ എന്ന വിശ്വാസമില്ലാത്തവർ അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോൾ ഒരു കയർത്തുമ്പിൽ ജീവനൊടുക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, വിഷാദത്തിലും ഉത്കണ്ഠയിലും അകപ്പെട്ട് മാനസിക രോഗിയായി ജീവിതം തള്ളി നീക്കുന്നത്, ഉറക്കഗുളികളില്ലാതെ രാത്രി ഉറങ്ങാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് ഈ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, എന്ത് പ്രയാസം നമുക്ക് ബാധിച്ചാലും നമുക്ക് പ്രതീക്ഷയായി മാറുന്നൊരു ഹദീസ്, ആശ്വാസമായി മാറുന്നൊരു ഹദീസ് നമ്മൾ കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ, മാ യുസീബുൽ മുഅ്മിന മിൻ വസബിൻ വലാ നസബിൻ വലാ സഖമിൻ വലാ ഹസനിൻ ഹത്തൽ ഹമ്മ യുഹിമ്മുഹു ഹത്ത ശൗകതു യുശാഖുഹാ ഇല്ലാ കുഫിറ ബിഹി മിൻ സയ്യിആതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മുഅ്മിനെ ബാധിക്കുന്ന വേദനയാകട്ടെ, അവന് ശാരീരികമായി ബാധിക്കുന്ന ക്ഷീണമാകട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാകട്ടെ, അതല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ ബാധിക്കുന്ന വിഷമമാകട്ടെ, ദുഃഖമാകട്ടെ, അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന മനോവ്യതകളാകട്ടെ, അല്ല വേറൊരു റിവായത്തിൽ കാണാം അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളാകട്ടെ, ഇല്ലാ കുഫിറ ബിഹി മിൻ സയ്യിആതി, അതുകൊണ്ടെല്ലാം അവൻ്റെ തിന്മകൾ അത് മായ്ക്കപ്പെട്ടുകൊണ്ടല്ലാതെ അത് സംഭവിക്കുന്നില്ല. നമുക്കെന്തു പ്രയാസവും ദുരിതവും ബാധിച്ചാലും, ഒരു മുള്ളു തറച്ചാൽ പോലും, മനസ്സിനെ അലട്ടുന്ന ഒരു വിഷമമുണ്ടായാൽ പോലും നമ്മുടെ തിന്മകൾ അതുകൊണ്ട് പൊറുക്കപ്പെടുകയാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം തകർന്നവനായി നിരാശയിലകപ്പെട്ട് നമ്മൾ ജീവിതം തള്ളി നിൽക്കും. അതുകൊണ്ട് നമുക്ക് നേട്ടമാണ് എന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന വിഷമവും ശരീരത്തിനെ ബാധിക്കുന്ന ക്ഷീണവും വേദനയും എൻ്റെ തിന്മകൾ പൊറുക്കപ്പെടാൻ എന്നൊരു കാരണമായി പ്രായശ്ചിത്തമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇതുകൊണ്ട് എനിക്ക് നേട്ടമാണ്. ആർക്കാണ് നേട്ടം? ക്ഷമിക്കുന്നവർക്കാണ് നേട്ടം. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് തൃപ്തി അടയുന്നവർക്കാണ് നേട്ടം. മുമ്പില്ലാത്ത വിധം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പദവി ഉയർത്തുകയാണ് എന്ന ബോധം നമുക്കൊരിക്കലും വിഷമങ്ങൾ അലട്ടുന്ന നിരാശയിലേക്ക് നമ്മെ തള്ളിവിടുകയില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും നമുക്ക് ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജ്റ പോകുന്നതിന് മുമ്പ്, അവിടുത്തെ ഇസ്രാ മിഅ്റാജ് യാത്രക്ക് മുമ്പ് അവിടുത്തേക്ക് പ്രയാസങ്ങൾ വരിഞ്ഞു മുറുക്കിയ ഒരു വർഷമുണ്ടായിരുന്നു. ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രം അതിനെ വിളിച്ചത്. ആമുൽ ഹുസ്ൻ, വിഷമത്തിൻ്റെ വർഷം. നബിക്ക് സംരക്ഷണമേകിയ അബൂ താലിബ്, അദ്ദേഹത്തിൻ്റെ മരണം, തൻ്റെ പ്രിയ പത്നിയായ ഖദീജ ബിവിയുടെ മരണം, മറുവശത്ത് ശത്രുക്കളുടെ കൊടിയ പീഡനം, സഹാബത്ത് കൺമുമ്പിൽ നിസ്സഹായതയിൽ പീഡിപ്പിക്കപ്പെടുന്ന നേർസാക്ഷ്യം, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുരിതം സമ്മാനിച്ച ആമുൽ ഹുസ്ൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടന്നുപോയിട്ടുണ്ട്. ഹിജ്റയുടെ വേളയിൽ ശത്രുക്കളെ പേടിച്ച് രാത്രിയുടെ ഇരുട്ടിൽ അവിടുന്ന് യാത്ര ചെയ്യാണ്. ഗുഹാമുഖത്തൊളിക്കുകയാണ്, ഗുഹയിൽ ഒളിക്കുകയാണ്. ശത്രുക്കൾ ഗുഹാമുഖത്തെത്തുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിക്കുകയാണ്. പിടികൂടുമെന്ന് ഉറപ്പാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു സമാധാനം ഇറക്കി കൊടുക്കുകയാണ്. ആയത്ത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഇദ് ഹുമാ ഫിൽ ഗാരി അല്ലദീന ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈൻ. കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയപ്പോൾ അവിടുത്തെ സ്വാഹിബും നബിയും കൂടി മക്കയിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഇദ് ഹുമാ ഫിൽ ഗാരി, അവർ ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ഇദ് യഖൂലു ലി സ്വാഹിബി, തൻ്റെ കൂട്ടുകാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അള്ളാഹു അവിടത്തേക്ക് സമാധാനം ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു അവിടത്തേക്ക് പിൻബലം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ അവിടുന്ന് നേരിട്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിക്കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അടിയുറച്ച പ്രതീക്ഷയും വിശ്വാസവും കൈമുതലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുഅ്മിനീങ്ങളെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ മരിക്കുമ്പോഴും സമാധാനത്തോടു കൂടി മരിക്കും. അവർ മരണപ്പെടുന്ന ആ ഏറ്റവും ഭീതിതമായ അവസ്ഥയിൽ പോലും ഒരു വിഷമവും അലട്ടാതെ അവർ മരിക്കും എന്നവരെ കുറിച്ച് പറഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവർ, ഈമാൻ അടിയുറച്ചവർ. സുമ്മ ഇസ്തഖാമു, പിന്നെ മരണം വരെ അതിൽ ചായാതെ ചെരിയാതെ അടിയുറച്ചവർ, സ്ഥൈര്യത്തോടെ നിലകൊണ്ടവർ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്കുമേൽ മലക്കുകൾ ഇറങ്ങും മരണസമയത്ത്. എന്നിട്ട് എന്താ പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ദുനിയാവിൽ ഇട്ടേച്ച് പോകുന്നതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ആഖിറത്തിൽ നേരിടുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന് ദുനിയാവിൽ ഏറ്റവും പ്രയാസം കനക്കുന്ന സാഹചര്യമാണ് മരിക്കുന്ന സമയം, റൂഹ് പിടിക്കാൻ വരുന്ന സമയം അല്ലേ? അതുപോലെ പ്രയാസം, ആ സക്കറാത്തിൻ്റെ ഹാലിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുമോ? മരണവേദനയേക്കാൾ കടുത്ത രോഗമുണ്ടോ? പറയുന്നു. ആ സമയത്ത് ഭീതിതമായ ദുനിയാവിനോട് ഞാൻ വിട പറയുകയാണ്, എൻ്റെ ആയുസ്സുത എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു, കഴിഞ്ഞു, എൻ്റെ അവധി തീർന്നു എന്ന് ബോധ്യപ്പെടുന്ന നമ്മുടെ അവസാന സമയം, ആ പ്രയാസം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സങ്കല്പിച്ചു നോക്കി. ആ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിലുള്ള ഈമാനിലും ഇസ്തിഖാമത്തിലുമായി അതുവരെ അടിയുറച്ചവർക്ക് സമാധാനമാണ്. മലക്കുകൾ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു, വിഷമിക്കണ്ട. ദുനിയാവിൽ മക്കളുണ്ട്, കുടുംബമുണ്ട്, ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ പറക്കമുറ്റാത്ത മക്കളെ ഉപേക്ഷിച്ചായിരിക്കും നമ്മൾ മരണപ്പെടുന്ന അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ ചിലപ്പോൾ നമുക്ക് യാത്ര പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല ബാധ്യതകളും ചിലപ്പോൾ നമുക്ക് ബാക്കിയാക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സമയത്താണ് മലക്കുകൾ എന്ന് പറയേണ്ടത്, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട. വലാ തഖാഫു, ഭയപ്പെടണ്ട. വഅബ്ശിറൂ വഅബ്ശിറൂ, മറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് സന്തോഷിക്കാനുള്ള വകുപ്പ്? വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഞങ്ങളാണ് നിങ്ങളുടെ ഉറ്റമിത്രങ്ങളും നിങ്ങൾക്ക് രക്ഷാധികാരികളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചവർ. ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, ഇവിടെ ആഗ്രഹിച്ച പലതും നേടാതെ പല നഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? പരിധി പറഞ്ഞിട്ടില്ല. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ, കൊതിച്ചതും പൂതി വെച്ചതും സ്വപ്നം കണ്ടതും അഭിലഷിച്ചതും എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട് അവിടെ. വലക്കും ഫീഹാ മാ തദ്ഉൻ, അതിനപ്പുറത്ത് നിങ്ങൾ അധികമായി ആവശ്യപ്പെടുന്നതും എന്തുമുണ്ട് അവിടെ. ആശ്വാസവും സന്തോഷവാർത്തയും മലക്കുകൾ അറിയിക്കുകയാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, റഹീമായ കാരുണ്യവാനായ കാരുണ്യക്കടലായ അങ്ങേയറ്റം പൊറുക്കുന്ന ഗഫൂറായ റബ്ബിൻ്റെ സൽക്കാരമാണ് അവിടെ. അവൻ്റെ ആതിഥേയത്വമാണ് അവിടെ. അവിടെ ഏറ്റവും വലിയ സുഖം അവനെ നേർക്ക് നേരെ നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നീ കണ്ടാസ്വദിക്കുക എന്നത്. അതിനേക്കാൾ വലിയ സുഖം സ്വർഗത്തിലില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങൾ, അതാണ് നമ്മുടെ പ്രതീക്ഷ.
ഇവിടെ എന്തു നഷ്ടപ്പെട്ടാലും, ഇവിടെ എത്ര പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നമ്മൾ വെന്തുരകിയാലും നമ്മുടെ പ്രതീക്ഷ റബ്ബിലുള്ള അവലംബമാണ്. അവൻ ആഗ്രഹിക്കുന്ന നൽകുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഇതല്ലാതെ ആത്യന്തികമായ ഒരാളുടെ വിഷമത്തിലും പ്രയാസങ്ങളിലും പരിഹാരമേതുന്ന ചികിത്സ മറ്റെന്താണ് സഹോദരങ്ങൾ? ഈ വിശ്വാസമല്ലാതെ, ഈ ഉറച്ച ബോധ്യമല്ലാതെ, അള്ളാഹുവിലുള്ള തവക്കുലല്ലാതെ, അവനുള്ള പ്രതീക്ഷയല്ലാതെ, പരലോകത്തെ സ്വർഗത്തെക്കുറിച്ചുള്ള മോഹവും സ്വപ്നവുമല്ലാതെ അള്ളാഹു അത്തരക്കാരെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അവനോട് തേടിക്കൊണ്ടേയിരിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അലസ്ത തുരീദു ഇസാലത ഹുസ്നി ഫലിമാദാ ലാ തത്റുഖുൽ അബ്വാബ കമാ തറഖഹ ദുൽ അൽബാബ്. നിനക്ക് നിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും നീങ്ങാൻ ആഗ്രഹമുണ്ടോ? എങ്കിലെന്തുകൊണ്ടാണ് ബുദ്ധിയുള്ള നിന്റെ മുൻഗാമികളായ അമ്പിയാക്കളും മുർസലീങ്ങളും സ്വാലിഹീങ്ങളും അവർ മുട്ടിയ കവാടങ്ങൾ നീ ആവർത്തിച്ചു മുട്ടാത്തത്? അവർ മുട്ടിക്കൊണ്ടേയിരുന്ന കവാടങ്ങൾ, അള്ളാഹുവിനോടുള്ള തേട്ടത്തിൻ്റെയും ദുആഇൻ്റെയും പ്രാർത്ഥനകളുടെയും കവാടങ്ങൾ, എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ആ കവാടങ്ങളിൽ നിർത്താതെ നിലക്കാതെ മുട്ടിയിരുന്നു? നീ ആ വാതിലുകൾ മുട്ടുന്നില്ലേ? അള്ളാഹുവിനോട് നീ തേടുന്നില്ലേ? അതാണ് നിന്റെ ദുഃഖം നീങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം. ഇയംസസ്കും ഖർഹുൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലഹു ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ് വലിയഅലമ അല്ലാഹു അല്ലദീന ആമനു വയത്തഖിദ മിൻകും ശുഹദാ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതമുണ്ടാകുന്നുവെങ്കിൽ, അതെ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയവർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. വതിൽകൽ അയ്യാമു നുദാവിലുഹാ, ഈ പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ദിനരാത്രങ്ങൾ അത് മാറിമറിയും. ദുഃഖവും ദുരിതവും വിഷമവും എക്കാലത്തും ഉണ്ടാകുകയില്ല, അത് മാറിമറിയും. പരമാവധി നിനക്കത് അലട്ടുകയാണെങ്കിൽ നിൻ്റെ മരണം വരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അവലംബിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഇന്നത്തെ നമ്മുടെ സംസാരത്തിൻ്റെ ആമുഖമായി, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ഒന്നുകൂടി അതിനെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അവലംബിച്ചാലല്ലാതെ, അള്ളാഹുള്ള ഈമാൻ തൗഹീദ് അത് മുറുകെ പിടിച്ചാലല്ലാതെ ഏതു മാനസിക പ്രയാസങ്ങൾക്കും പരിഹാരം അതല്ലാതെ മറ്റൊന്നുമില്ല. ഇത് നമ്മൾ ഉറപ്പിക്കുക. എത്ര കൗൺസിലിങ്ങിന് പോയാലും, ഏത് മനോരോഗ വിദഗ്ധനെ കണ്ടാലും, ഏത് മനഃശാസ്ത്രജ്ഞ വിദഗ്ധൻ നമുക്ക് ഉപദേശങ്ങൾ നൽകിയാലും, എത്ര പിൽസടിച്ചാലും, ഖൽബിനെ പടച്ച റബ്ബിനെക്കുറിച്ചുള്ള സ്മരണയിൽ, അവൻ്റെ തൗഹീദിൽ അടിയുറച്ച ഈമാനിൽ ഹൃദയത്തിന് വരുന്ന സ്വാഭാവികമായ പ്രകൃതിപരമായ അള്ളാഹു ഇട്ട് തരുന്ന സമാധാനം ഉണ്ടല്ലോ, അതാർക്ക് ലഭിക്കുള്ളൂ? ഈമാനുള്ളവർക്ക് ലഭിക്കുള്ളൂ. അതാണ് നമ്മുടെ മനസ്സിന് സമാധാനം കൈവരാനുള്ള ശാശ്വതമായ പരിഹാരമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് തൗഹീദ്, നമ്മുടെ ഈമാൻ ബലിഷ്ഠമാക്കുക, അത് ബലവത്താക്കുക. അതിനുവേണ്ടിയുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ചർച്ചകളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ദുഃഖം ഒരാൾ അലട്ടിക്കഴിഞ്ഞാൽ അവന് പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്, ചില അടയാളങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദുഃഖത്തിൻ്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മലാഹിറുൽ ഹുസ്ൻ. ഒന്ന്, ലൈഖുസ് സദ്രി വൻഖിബാദുഹു, നമ്മുടെ നെഞ്ചിടുങ്ങിയതുപോലെ, മനസ്സ് ഞെരുങ്ങുന്നത് പോലെ തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. ശത്രുക്കളുടെ പീഡനവും അവരുടെ കുതന്ത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക കാലഘട്ടത്തിൽ പ്രയാസമുണ്ടാക്കിയപ്പോൾ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. വസ്ബിർ, ക്ഷമിക്കുക നബിയെ. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. വല്ലാത്ത വാക്കാണത്. എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക? വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കുക? എങ്ങനെ സാധിക്കുക? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കില്ല. എങ്ങനെ അള്ളാഹിനെ കൊണ്ട് സാധിക്കുക? അള്ളാഹുള്ള തൗഹീദ് കൊണ്ട്, അള്ളാഹുള്ള അടിയുറച്ച ഈമാൻ കൊണ്ട് അങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുള്ളൂ. തൗഹീദ് ഇല്ലാത്തവൻ, ഈമാൻ ഇല്ലാത്തവന് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. നബി ഓർമ്മിപ്പിക്കുകയാണ്, വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ, അവൻ്റെ സഹായം കൊണ്ടല്ലാതെ, അവൻ്റെ ഈമാനും തൗഹീദും കൊണ്ടല്ലാതെ ക്ഷമിക്കാൻ സാധിക്കുകയില്ല നബിയെ. വലാ തഹ്സൻ അലൈഹിം, അവർ ശത്രുക്കൾ താങ്കൾക്കെതിരെ ചെയ്യുന്നതിൽ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. വലാ തഹ്സൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ താങ്കൾ
വിഷമിക്കേണ്ടതില്ല. വലാ തഖു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അവർ കുതന്ത്രം മെനയുന്നതിൽ താങ്കൾ മനസ്സ് ഞെരുങ്ങി മനക്ലേശം അനുഭവിക്കേണ്ടതുമില്ല. അപ്പോൾ ദുഃഖവും പ്രയാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഞെരുങ്ങും, നമ്മുടെ മനസ്സിടുങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണ് ചികിത്സിക്കേണ്ട രീതി? അള്ളാഹുൽ അവലംബിക്കുക, അള്ളാഹുൽ തൗഹീദ് ഉറച്ചുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷണമായി ഖുർആനിലൂടെ നമുക്ക് കാണാം, ദുഃഖവും പ്രയാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്നതായി നമുക്ക് തോന്നും. ഒറ്റപ്പെടൽ, ഏകാന്തത, ആരുമില്ല, എനിക്കാരുമില്ല എന്നുള്ള വിചാരം, ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന അവസ്ഥ, ഞാൻ എന്നിൽ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ. ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കണ്ണു വെളുത്തുപോയി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആയത്തോതി. എന്നിട്ട് അള്ളാഹു എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു? ഉബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി വഖഫഹു വഖദീം, അദ്ദേഹം ദുഃഖം കടിച്ചമർത്ത് ഉള്ളിലൊതുക്കി അദ്ദേഹത്തിൽ തന്നെ പരിമിതപ്പെട്ടു എന്നാണ്. വേറെ ആരോടത് പറഞ്ഞില്ല, ഉള്ളിലൊതുക്കി, തന്നിലേക്ക് തന്നെ ഒതുങ്ങി. ഇത് ദുഃഖം പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാകുന്ന അവസ്ഥയാണ്. ഇങ്ങനെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാം. ഒറ്റപ്പെടുന്ന അവസ്ഥ, ആരുമില്ല എന്ന തോന്നൽ, ഉള്ളിലേക്ക് നമ്മൾ ഒതുങ്ങുന്ന അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയാലല്ലാതെ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അതിനെ ചികിത്സിച്ചത്? ഇന്നമാ അഷ്കൂ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്. അവിടെയും പരിഹാരം അതാണ്. മൂന്നാമത്തെ ലക്ഷണം, പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മുഖത്തിന് നിറമാറ്റം സംഭവിക്കും. മുഖം കരുവാളിച്ചതുപോലെയാകും. അല്ല, നല്ല സന്തോഷത്തിൽ റാഹത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ ചിലപ്പോൾ അവരുടെ മുഖം നോക്കി നമുക്ക് മനസ്സിലാവും. അവരുടെ മുഖം നിറം മങ്ങിയതായും കരുവാളിച്ചതായും നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കും. അള്ളാഹു അതിനെക്കുറിച്ച് സൂറത്ത് സുഖ്റുഫിൽ പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസല ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖദീം. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനെ ശിർക്ക് വെക്കുന്ന നസാറാക്കൾ അള്ളാഹുവിനെ കുറിച്ച് ആക്ഷേപിച്ചതുപോലെ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരവും അതുപോലെ തന്നെ വാദവും വെച്ച് പുലർത്തിയ റഹ്മാനായ റബ്ബിന് പെൺസന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ നസാറാക്കൾക്ക് സമാനമായി പെൺകുട്ടികൾ നിങ്ങൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതാ വിഷമത്തിലാവുകയായി. ജാഹിലിയത്തിൽ അറബികൾക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. പെൺകുട്ടിയാണെങ്കിൽ അപമാനമായി നിന്ദ്യതയായി കണ്ടിരുന്ന പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയുന്നവർ. ജനിച്ച കുഞ്ഞ് പെണ്ണാണെങ്കിൽ ഇന്നും ചില ആളുകൾക്ക്, അല്ല ആൺകുട്ടിയാണെങ്കിൽ മുഖം നല്ല തിളങ്ങും. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ 1, 2, 3, 4 അടുപ്പിച്ച് പെൺകുട്ടികളാണെങ്കിൽ ആളുകളുടെ മുഖത്തിൻ്റെ നിറമങ്ങും. ഇതുപോലെ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ വല്ല വജുഹുഹു മുസ്വദ്ദ, അവരുടെ മുഖം കരുവാളിക്കുക. എന്തുകൊണ്ടാണ്? ഉള്ളിൽ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഉള്ളിൽ ആ വിഷമമുള്ളതുകൊണ്ടാണ്. വഹുവ ഖദീം, അങ്ങനെ വിഷണ്ണനായി അവരെ കാണാൻ സാധിക്കും. അപ്പോൾ ആളുകളുടെ മുഖത്തിൻ്റെ നിറം മങ്ങും, വിഷണ്ണനാകും, കരുവാളിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, വിധിയാണെന്ന് തൃപ്തിയടഞ്ഞാൽ അതിന് പരിഹരിക്കാൻ പറ്റും. അവിടെയും പരിഹാരം അള്ളാഹുലേക്ക് മടങ്ങലാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നിരാശയിലകപ്പെടും. വിഷാദവും ഉത്കണ്ഠയും ഇന്ന് ആധുനിക തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ 2 മാനസിക രോഗങ്ങളാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും. വിഷാദവും ഉത്കണ്ഠയും ഇത് സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 118-ാമത്തെ ആയത്ത്. ഈ സംഭവം ആരെക്കുറിച്ചാണെന്നറിയോ പറയുന്നത്? നമുക്കറിയാം, മഹാനായ സ്വഹാബി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുറാറത്ത് ഇബ്നു റബീ, ഹിലാൽ ഇബ്നു ഉമയ്യ, ഈ 3 സ്വഹാബികൾ തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ യുദ്ധത്തിന് പോകാതെ പിന്തി നിന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കാരണം തേടി. അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് താങ്കളുടെ മുമ്പിൽ കളവ് പറയാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റു 2 സ്വഹാബികൾ കൂടി ഇതേ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കാരണമില്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരായി അറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഹജ്ർ ചെയ്യാൻ പറഞ്ഞു, അവരെ അകറ്റി നിർത്താൻ പറഞ്ഞു. അവരോട് സലാം പറയാതെ, അവരോട് സംസാരിക്കാതെ, അവരോട് അകലം പാലിക്കാൻ സ്വഹാബത്തിനോട് നടന്ന് കൽപ്പിച്ചു. 1 മാസത്തിലേറെ
40 ദിവസത്തിലേറെ സ്വന്തം ഭാര്യയോട് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അകലം പാലിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. ആ സാഹചര്യത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅല സലാസത്തി ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത്. യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്ന ആ 3 ആളുകൾ, അവർക്ക് ഭൂമി വിശാലമായിട്ടും ഇടുങ്ങിയതുപോലെ അവർക്ക് തോന്നി. വദാഖത് അലൈഹിം അൻഫുസുഹും, അവരുടെ ഹൃദയം ഞെരുങ്ങി, അവർ വിഷാദത്തിലും ഉത്കണ്ഠയിലുമായി. വദന്നു അല്ലാ മൽജഅ മിനല്ലാഹ്, അപ്പോഴും അവർ വിചാരിച്ചത് എന്താണ്? നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പ്രയാസം ഉണ്ടാകും, ഹൃദയം ഞെരുങ്ങും, ഒറ്റപ്പെട്ടതുപോലെ തോന്നും. നോക്കൂ, ആരും മിണ്ടാനില്ല, ആരും സംസാരിക്കുന്നില്ല, ആരും സലാം പറയുന്നില്ല, ഭാര്യ വരെ അകലം പാലിക്കുകയാണ്. അപ്പം വിശാലമായ ഭൂമി ഇടുങ്ങിയതുപോലെ തോന്നി. സ്വാഭാവികമായ വിഷാദത്തിലും ഉത്കണ്ഠയിലും അകപ്പെടും. നിരാശയിലും പ്രതീക്ഷ അസ്തമിക്കുന്ന അവസ്ഥയിലും അവർ തളച്ചിടപ്പെടും. പക്ഷേ അവരെങ്ങനെ അതിനെ പരിഹരിച്ചത്? വദന്നു അല്ലാ മൽജഅ മിനല്ലാഹ്, അള്ളാഹുവിലേക്ക് അവലംബം പ്രാപിക്കലല്ലാതെ, അള്ളാഹുവിലേക്ക് മടങ്ങലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നവർ തീരുമാനിച്ചു. വദന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അവനിൽ നിന്നാണ് അഭയം, അവനിലേക്കാണ് അഭയം എന്നവർ തിരിച്ചറിഞ്ഞു. സുമ്മ താബ അലൈഹിം ലിയതൂബു, പിന്നീട് അവർ തൗബ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിക്കുകയും അവർക്ക് തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുകയും ചെയ്തു. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാകും. വിഷാദവും ഉത്കണ്ഠയും പ്രതീക്ഷ അസ്തമിക്കലും നിരാശയുണ്ടാകലും ഒറ്റപ്പെടലും തന്നിലേക്ക് തന്നെ ഒതുങ്ങലും മുഖത്തിൻ്റെ നിറം പോലും മങ്ങലും ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ ലക്ഷണങ്ങളായി പറഞ്ഞിട്ടുണ്ട്. പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാവും. പക്ഷെ പരിഹാരം ഒന്ന് മാത്രമാണ്. പരിഹാരം ഒന്നേ ഒന്ന് മാത്രമാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുക, അവനെ അവലംബിക്കുക, അവനിൽ പ്രതീക്ഷ അസ്തമിക്കാതെ അവനോട് തേടുക, അവനോട് തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുക, അള്ളാഹുവിനോട് അറിയിക്കുക, അള്ളാഹുവിനോട് പരിഹാരം നിർദ്ദേശിക്കുക. സഹോദരങ്ങളെ, 5ാമത്തെ ലക്ഷണമായി ചില പണ്ഡിതന്മാർ പറഞ്ഞു, സ്വന്തം ജീവിതത്തിൽ അവശ്യമായ അത്യാവശ്യമായ കാര്യങ്ങളിൽ വരെ ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല. നമ്മുടെ ജീവൻ നിലനിൽക്കാനുള്ള അടിസ്ഥാന ആധാരമാണ് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം വരെ കഴിക്കാൻ ചിലപ്പോൾ തോന്നില്ല, അല്ലേ? ചില ആളുകൾക്ക്, ചില സ്ത്രീകളൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കില്ല, തുള്ളി വെള്ളം പോലും കഴിക്കില്ല. അങ്ങനെ ഉണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് സൂചന നൽകുന്ന ഒരു സംസാരം മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അദ്ദേഹമാണ് യുദ്ധത്തിൻ്റെ പതാക വഹിച്ചിരുന്നത്. തൻ്റെ 2 കരങ്ങളും, ആദ്യം ഒരു കൈ മുറിക്കപ്പെട്ടു, മറുകൈയിൽ പതാകയിൽ, അടുത്ത കൈയും മുറിക്കപ്പെട്ടു. അദ്ദേഹം നെഞ്ചോട് ചേർത്തു. അങ്ങനെയാണ് അദ്ദേഹം ഷഹീദാകുന്നത്. ആ നഷ്ടപ്പെട്ട യുദ്ധത്തിൽ ഷഹീദാകാൻ കാരണമായ ആ നഷ്ടപ്പെട്ട അറ്റുപോയ കൈകൾക്ക് പകരം സ്വർഗത്തിൽ പക്ഷികളുടെ ചിറക് പോലെ അദ്ദേഹത്തിന് ചിറക് നൽകപ്പെടുകയും സ്വർഗീയ പക്ഷിയായ അദ്ദേഹം പാറുകയും സ്വർഗത്തിൽ പറക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. അങ്ങനെ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വേദനാജനകമായ മരണവാർത്ത അദ്ദേഹത്തിൻ്റെ കുടുംബം അറിഞ്ഞു, ഭാര്യയും മക്കളും അറിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ്, അബൂ താലിബിൻ്റെ മകനാണ് ജഅഫർ ഇബ്നു അബി ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ സ്വഹാബത്തിനോടായി പറഞ്ഞു, ഇസ്നഉ ലി അഹ്ലി ജഅഫർ തആമൻ, ജഅഫറിൻ്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഫഇന്നഹു ഖദ് ജാഅഹും മാ യശ്ഖലൂഹും, അവരെ ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് വരെ അവരെ അശ്രദ്ധയിലാക്കുന്ന പ്രയാസം അവർക്ക് ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രയാസം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ചിന്തയില്ലാത്ത രൂപത്തിൽ ദുഃഖത്തിലാഴ്ത്തിക്കളയും, സംഭവിക്കും. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണമോ വെള്ളമോ പാനീയമോ കുടിക്കാൻ വരെ നമുക്ക് തോന്നലോ ചിന്തയില്ലാത്ത രൂപത്തിൽ ദുഃഖം നമ്മെ വരിഞ്ഞു വെക്കും. അങ്ങനെ ഉണ്ടാകാം. പക്ഷെ എങ്ങനെ ചികിത്സിക്കേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയിട്ടാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ പ്രയോഗത്തിൻ്റെ അത്ഭുതം? എന്തു പ്രയാസം ബാധിച്ചാലും, എന്തു ദുരിതം ബാധിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു, അല്ലേ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളെ പേടി കൊണ്ടും പട്ടിണി കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും അതുപോലെ തന്നെ
വേണ്ടപ്പെട്ടവരുടെ മരണം കൊണ്ടും ദേഹനഷ്ടം കൊണ്ടും വിഭവങ്ങളുടെ നഷ്ടം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു പറയാണ്. എന്നിട്ട് അവരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, ആരാണവർ? അല്ലദീന ഇദാ അസ്വാബത്തും മുസീബത്തും, തങ്ങൾക്ക് എന്തെങ്കിലും ദുരിതമോ ദുഃഖമോ വിഷമമോ ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൻ്റേതാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്നവർ പറയുമെന്നാണ്. പണ്ഡിതന്മാർ ഈ ഇസ്തിർജാഇനെ കുറിച്ച് പറഞ്ഞ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യം: ഞങ്ങൾ അല്ലാഹുവിൻ്റേതാണ്, അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, അല്ലാഹുവിലേക്കുള്ളവരാണ് എന്നൊരാൾ ഇസ്തിർജാ മനസ്സറിഞ്ഞ് അതിൻ്റെ അർത്ഥവും ആശയം ഗ്രഹിച്ചു പറഞ്ഞാൽ അവനൊരു കാര്യം ബോധ്യപ്പെടും. എന്താണത്? ഞാൻ ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ എന്തൊക്കെയുണ്ടോ അതെൻ്റെ ജീവനും ജീവിതവുമാണെങ്കിൽ പോലും ഇതെൻ്റെതല്ല, ഇതെൻ്റെ സ്വന്തമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്കൊരു സംഗതി കടം കിട്ടിയതുപോലെ. നമ്മൾ ഒരാളിൽ നിന്ന് ഒരു വസ്തു കടം വാങ്ങി, ആ കടം വാങ്ങി നമ്മൾ ആ വസ്തു ഉപയോഗിക്കുന്ന ഒരു പരിമിത കാലത്തേക്ക്, ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ഇതുപോലെ അള്ളാഹു കടമായി നൽകിയതാണ് ദുനിയാവിൽ നമുക്ക് കിട്ടിയതെല്ലാം, നമ്മുടെ ഈ ശരീരം പോലും. ഇന്നാ ലില്ലാഹ്, ആരാണ് നമ്മെ പടച്ചത്? നമ്മുടെ സമ്മതം വാങ്ങിയിട്ടാണ് അള്ളാഹു പടച്ചത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ, എന്തെങ്കിലും ഒരു സംഗതി, എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്, ശൂന്യമായ അവസ്ഥ. അതിൽ നിന്നാണ് മനുഷ്യ നമ്മൾ പിറവി കൊണ്ടത്. ശൂന്യതയിൽ നിന്ന് അള്ളാഹു നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് ജീവനും ജീവിതവും നൽകി, ഈ ശരീരവും ആരോഗ്യവും ആയുസ്സും നൽകി, മക്കളെ നൽകി, കുടുംബത്തെ നൽകി, സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ നൽകി. അള്ളാഹുവിൻ്റെതാണത്. ഇന്നാ ലില്ലാഹ്, അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു നമുക്ക് കടമായി തന്നതുപോലെ ഒരു കാലയളവ് വരെ നമുക്കത് ഉപയോഗിക്കാൻ സമ്മതമുള്ള അനുവാദമുള്ളൂ. കടം വാങ്ങിയ സംഗതി ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കണം. അതുകൊണ്ട് എന്തു നമുക്ക് നഷ്ടപ്പെട്ടാലും ഇന്നാ ഇലൈഹി റാജിഊൻ, അത് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്, തിരിച്ച് അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടതാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. ആ ബോധമുള്ളവർ മനസ്സറിഞ്ഞത് പറയും. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ദുരിതം ബാധിച്ച ആളുകൾക്ക് തഅസിയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു വാചകമുണ്ട്, ഒരു ദുആ ഉണ്ട്, ഒരു ആശ്വാസവാക്കുണ്ട്, തഅസിയത്തിൻ്റെ വാക്കുണ്ട്. എന്താണത്? ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ മരിച്ച ആളുകളുടെ, ആ ദുരിതം ബാധിച്ച വ്യക്തിയുടെ കുടുംബക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദുആ, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി മാ അഖദ, അല്ലാഹു എടുത്തത് അവൻ്റെതാണ്. ഇന്നാ ലില്ലാഹ്, അല്ലാഹു വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, അല്ലാഹു നിങ്ങളിൽ നിന്ന് എടുത്തത് അവൻ്റെതാണ്. വലഹു മാ അഅത, നിങ്ങൾക്ക് നൽകിയത് എന്തൊക്കെയുണ്ടോ, ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയുണ്ടോ അതും അല്ലാഹുവിൻ്റെതാണ്. എടുത്തതും നൽകിയതുമെല്ലാം അല്ലാഹുവിൻ്റെതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, എന്തൊരു കാര്യമുണ്ടോ, എന്തൊരു വസ്തുവുണ്ടോ, നിശ്ചിതമായ അവധി വരെ അള്ളാഹു അതിന് ആയുസ് നിശ്ചയിച്ചിട്ടുള്ളൂ. എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ അടുക്കൽ അവധിയുണ്ട്. അതുകൊണ്ട് ഈ എടുത്തതും തന്നതുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഫൽ തസ്ബിർ, ഇനി എന്താ വേണ്ടത്? നിങ്ങൾ ക്ഷമിക്കുക. വൽ തഹ്തസിബ്, ഈ ക്ഷമയിലൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിച്ചാൽ ഉടനടി നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ഒറ്റമൂലിയാണെന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് വെറുതെ നാവുകൊണ്ട് പറയലല്ല, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ച് മനസ്സറിഞ്ഞ് പറയണം. അള്ളാഹു തന്നതവനെടുത്തു, അവൻ തന്നതവൻ എടുത്തിരിക്കും തീർച്ചയാണ്. അതുകൊണ്ട് അവൻ എൻ്റെ സമ്മതമില്ലാതെ എനിക്ക് കടമായി തന്നത് സമയമായപ്പോൾ അവൻ തിരിച്ചെടുത്തു. ഞാനിതിന് വിഷമിക്കണം? അതെൻ്റെതല്ലല്ലോ, അതിൻ്റെ ഉടമസ്ഥൻ ഞാനല്ലോ, ഞാനൊരു കടക്കാരൻ മാത്രമാണ്, ഞാനൊരു കൈകാര്യകർത്താവ് മാത്രമാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കാലാകാലം നഷ്ടമില്ലാതെ സുഖിക്കാനുള്ള ലോകം അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തു. ഞാൻ അവിടേക്കാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ആ ദീർഘമായ യാത്രയിൽ ഈ ചെറിയ നഷ്ടങ്ങളൊന്നും ഒരു നഷ്ടമേയല്ല, ഞാൻ ആ യാത്രയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈമാൻ അടിയുറക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുഃഖവും ഞെരുക്കവും ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കേണ്ടുന്ന ചില പ്രയാസങ്ങൾ നമ്മൾ വരിഞ്ഞു മുറുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ
നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആവശ്യമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതവും നിലനിർത്താൻ ആധാരമായ അത്യാവശ്യമായ കാര്യങ്ങൾ വരെ നമുക്ക് ശ്രദ്ധയുണ്ടാകുകയില്ല. മറ്റൊരു ലക്ഷണമായി പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, മരണത്തെക്കുറിച്ച് ആലോചിക്കും. അത്തഫ്കീറു ഫിൽ മൗത്ത്, ആത്മഹത്യാ പ്രേരണ ഉണ്ടാവും, സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടാവും. ഇതാരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ഇതിന് മനഃശാസ്ത്ര വിദഗ്ധനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഖുർആനിൽ സൂറത്തു മറിയമിൽ മറിയം ബീവി ഒരു പുരുഷ സ്പർശമില്ലാതെ ഗർഭിണിയായി. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കാനെടുത്തപ്പോൾ ആ പ്രസവവേദന സഹിക്കാതെ ഒരു മുന്നനുഭവമില്ല. പ്രസവിച്ചാൽ ഈ കുട്ടിയെക്കുറിച്ച് ആളുകൾ ചോദ്യം ചെയ്യും, ആക്ഷേപം കേൾക്കേണ്ടി വരും. ഈ ദുഃഖമെല്ലാം ആ പ്രയാസത്തിൻ്റെ തീച്ചുളയിൽ ഗർഭിണിയായ പൂർണ്ണ ഗർഭിണിയായവർ പ്രസവവേദന കൂടി അനുഭവിച്ചപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഈത്തപ്പന പോയിട്ട് കുലിക്കുകയാണ്. ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയൻ മൻസിയ. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ, അതായത് ആ പ്രയാസത്തിൻ്റെ തീച്ചുളയിൽ അവർ പറയുകയാണ്, അള്ളാഹു പറയാണ്, ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു. വകുൻതു നസിയൻ മൻസിയ, ഞാൻ അങ്ങനെ മറക്കപ്പെട്ടവളായി കാലയവനികൾക്കുള്ളിൽ മറയുമല്ലോ എന്ന് ഞാൻ പ്രത്യാശിച്ചു എന്ന് മറിയം ബീവിയെ പറ്റി, മറിയം ബീവിയുടെ പ്രയാസത്തെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. പക്ഷേ മറിയം ബീവി ക്ഷമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, ലോക മഹിളാരത്നങ്ങൾക്ക് മാതൃകയായി മറിയം ബീവിയെ ഖുർആൻ പരാമർശിച്ചു. അതായി പിന്നീട് ചരിത്രം. അപ്പം മറിയം ബീവി അവർ മരണത്തെ ആഗ്രഹിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഹദീസിൽ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് മിൻ ദുർരിൻ അസാബഹു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ബാധിച്ചാൽ, ദുരിതമുണ്ടായാൽ നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിക്കരുത്. മരണത്തെ ആഗ്രഹിച്ചു പോകും, പക്ഷെ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, മരിക്കണം, മരിച്ചേ തീരൂ എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടായാൽ, അപ്പോൾ ചിന്ത ഉണ്ടാവും, സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടാവും, മരിക്കാൻ തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് എങ്ങനെ ചികിത്സിക്കേണ്ടത് അതിനെ. ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി, അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ, എനിക്ക് ആയുസ്സ് നീട്ടിത്തരണം. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. ഇങ്ങനെ ദുആ ചെയ്യണം. അവിടെയും അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിനോട് തേടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആത്മഹത്യാ മുനമ്പിലും പ്രയാസങ്ങൾ, ആത്മഹത്യാ പ്രേരണകൾ നമുക്ക് സമ്മാനിക്കുമ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഞാൻ 6 ലക്ഷണങ്ങൾ പറഞ്ഞു. ഇതല്ലാത്ത എന്തെങ്കിലും ഇന്ന് മനുഷ്യന്മാർ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളുണ്ടോ? നമ്മൾ പറയും. കൂടിക്കഴിഞ്ഞാൽ മാനസിക സംഘർഷവും പ്രയാസവും അധികരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അത് എവിടെ കൊണ്ട് എത്തിക്കുക? ജീവിതം അവസാനിപ്പിക്കണം, അല്ലേ? ആത്മഹത്യാ മുനമ്പിൽ എങ്ങനെ ചികിത്സിക്കേണ്ടത്? ഈ പറഞ്ഞതിനെല്ലാമുള്ള ഒരേ ഒരു ഉത്തരം എന്താണ്? പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങുക, അവനോട് തേടുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക, പരലോകത്തേക്ക് മോഹം നീട്ടിവെക്കുക, സ്വർഗം ആഗ്രഹിക്കുക, നഷ്ടപ്പെട്ടതെല്ലാം അവിടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവിതം തള്ളി നീക്കുക. അത് നമുക്ക് നൽകുന്ന ആശ്വാസം എത്രയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അതാണ് പരിഹാരമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഇനി ഈ വിഷയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദുഃഖം ഉണ്ടാകും, സ്വാഭാവികമാണ്, വിഷമമുണ്ടാവും. അത് അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ മറിയം ബീവിക്കും, മുസ്ലിം വനിതകൾക്ക് മാതൃകയായ ആ മഹിളാരത്നത്തിനും വരെ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വാലിഹീങ്ങൾക്കും ശ്രേഷ്ഠർക്കുമെല്ലാം ദുഃഖം ബാധിക്കും. പക്ഷേ എപ്പോഴാണ് ദുഃഖം ദീനിയായി നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത രംഗമുണ്ടാകും? ദുഃഖം അത് ആക്ഷേപാർഹമാകുന്ന എപ്പോഴാണ്? അതുപോലെ തന്നെ ദുഃഖം പ്രതിഫലാർഹമാകുന്ന എപ്പോഴാണ്? 2 തരത്തിലുള്ള ദുഃഖമുണ്ട്. അൽഹുസ്നുൽ മശ്റൂ, നമുക്ക് പ്രതിഫലം കിട്ടുന്ന ദുഃഖമുണ്ട്, വിഷമമുണ്ട്. അതുപോലെ തന്നെ അൽഹുസ്നുൽ മംനൂ, നമ്മെ പിടികൂടാൻ പാടില്ലാത്ത ദുഃഖവുമുണ്ട്. പ്രതിഫലം ലഭിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദുഃഖം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ. അല്ലാഹുവിൻ്റെ റസൂലേ, നിഷേധികൾ, ധിക്കാരികൾ, മുശ്രിക്കുകൾ, കുഫാറുകൾ അവർ കുഫറിൽ ഇങ്ങനെ
വേഗതയോടെ വ്യഗ്രതപ്പെട്ട് പണിയെടുക്കുന്നത്, അവരിൽ കുഫറിൽ ആണ്ട് കഴിയുന്നത്, അവർ ധിക്കാര നടപടി തുടരുന്നത് താങ്കളെ വിഷമിപ്പിക്കരുത്, താങ്കൾ അതിൻ്റെ പേരിൽ ദുഃഖിക്കരുത്. ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒരിക്കലും അവർക്ക് ഉപദ്രവിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ ഒരിക്കലും അവർക്ക് ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന് അതൊരു ദോഷവും ചെയ്യുന്നില്ല. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറ, അള്ളാഹു ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് ആഖിറത്തിൽ ഒന്നും നൽകാതിരിക്കുക എന്നതാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷ നൽകുക എന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുക പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഇസ്ലാമിനെതിരെയുള്ള തോന്നിവാസങ്ങൾ, കുഫറും ശിർക്കും ഹറാമുകളും മഅസിയത്തുകളും ഇങ്ങനെ നടമാടുമ്പോൾ ഒരു മുഅ്മിന് ദുഃഖമുണ്ടാകണം. ഇസ്ലാമിൻ്റെ വക്താക്കൾ, മുസ്ലിമീങ്ങൾ, ഇസ്ലാമിൻ്റെ പേര് വെച്ച ആളുകൾ ദീനിനെതിരെ സഞ്ചരിക്കുമ്പോൾ, കുഫറിലും ശിർക്കിലും ആണ്ടുപോകുമ്പോൾ, തോന്നിവാസങ്ങളും നന്മ തിന്മയായും തിന്മ നന്മയായും ഹറാമ ഹലാലായും ഹലാൽ ഹറാമായും ഹക്ക് ബാത്തിലായും ബാത്തിൽ ഹക്കായും സുന്നത്ത് ബിദ്അത്തായും ബിദ്അത്ത് സുന്നത്തായും ഇങ്ങനെ ഖൈർ ഷർറായും ഷർറ് ഖൈറായൊക്കെ ദുനിയാവിൽ ഇങ്ങനെ നടമാടുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവണം, പ്രയാസം ഉണ്ടാകണം. ദീനിയായ നന്മകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകണം. മുസ്ലിമീങ്ങൾക്ക് ദുരിതം ബാധിക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകണം. ആത്മീയമായ നന്മകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകണം, ദുഃഖമുണ്ടാകണം, വിഷമമുണ്ടാകണം. ഇത് പ്രതിഫലാർഹമായ ദുഃഖമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച് ഈ ആയത്തിൽ നിന്നുള്ള പാഠങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് നമുക്ക് കൂലി ലഭിക്കുന്ന ദുഃഖമാണ്. വലാ അലൽ ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി തവല്ലൗ വഅയുനുഹും തഫീദു മിന അദ്ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. റസൂലേ, താങ്കളിലേക്ക് യുദ്ധത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് എത്തിയ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് സ്വഹാബികൾ ചിലർ വന്നു. എന്നിട്ട് പറഞ്ഞു, അവർക്ക് യുദ്ധത്തിന് സഞ്ചരിക്കാൻ വേണ്ടി വല്ല വാഹന മൃഗങ്ങളും ഉണ്ടോ എന്ന് നബിയോട് ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊന്നുമില്ല. ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, നിങ്ങളെ യുദ്ധത്തിന് വഹിക്കാനുള്ള വാഹന മൃഗം നിങ്ങൾക്ക് നൽകാൻ എൻ്റെ അടുത്തൊന്നുമില്ല. തവല്ലൗ വഅയുനുഹും തഫീദു മിനദ്ദം ഹസനൻ, അല്ലാഹു പറയണം, അങ്ങനെ ആ സ്വഹാബികൾ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത നിരാശയിൽ കണ്ണ് നിറഞ്ഞു കവിഞ്ഞു ദുഃഖത്തോടെ കഥനഭാരത്താൽ തിരിച്ചു നടക്കുകയാണ്. ഏതാണ് രംഗം എന്ന് ആലോചിക്കണം. ജിഹാദ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നബിയുടെ അടുത്ത് വരികയാണ്. ഒന്നുമില്ല, കയ്യിൽ സമ്പത്തുമില്ല, ശാരീരികമായി അവർക്ക് ഒരുങ്ങാനുള്ള എന്താ പറയുക മൃഗങ്ങളോ മറ്റു ആയുധങ്ങളോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നബിയുടെ അടുത്തൊന്നുമില്ല. അങ്ങനെ യുദ്ധത്തിന് പോകാൻ കഴിയാതെ അള്ളാഹു പറയുന്നു, തവല്ലൗ വഅയുനുഹും തഫീദു മിന അദ്ദംഇ ഹസന, ദുഃഖഭാരത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയവർ തിരിഞ്ഞു പോവാണ്. അല്ലാ യജിദു മാ യുൻഫിഖൂൻ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന വിഷമത്തിൽ. ഈ ദുഃഖം നമുക്ക് പ്രതിഫലാർഹമാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ, പരലോകത്തിന് വേണ്ടി ജീവിക്കാൻ, ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാതെ പോയാൽ അവിടെ നമുക്ക് ആ നഷ്ടബോധം ഉണ്ടാകണം. സത്യത്തിൽ നമുക്ക് നഷ്ടം സംഭവിക്കൽ, നഷ്ടബോധം ഉണ്ടാകൽ നേരെ തിരിച്ചാണ്. ദീനിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ദുഃഖിച്ചിട്ട് തീരണ്ടാവില്ല എന്നല്ല, പക്ഷെ നമ്മുടെ ദുഃഖങ്ങൾ വിഷമങ്ങളൊക്കെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്താണ്, ദുനിയാവിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ച് ഓർത്താണ്. ദീനിൽ ഞാൻ അമ്പിയാക്കളോളം സ്വഹാബികളോളം സലഫു സാലിഹ്കളോളം ഇഹ്സാനിൻ്റെ പദവിയിലെത്തിയോ? എനിക്കത് നേടാൻ സാധിച്ചു. എത്ര രാത്രി നമ്മൾ നിസ്കരിക്കാതെ തഹജ്ജുദ്, ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും തഹജ്ജുദ് നിസ്കരിക്കാതെ ചിലപ്പോൾ നമ്മൾ തള്ളി നീക്കിയിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ അവസാനയാമം സുജൂദിൽ വീണ് കണ്ണുനീർ വാർത്ത് റബ്ബുമായി സംഭാഷണം നടത്താൻ, അഭിമുഖ സംഭാഷണം നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന വിഷമം, എന്ന നഷ്ടബോധം നമ്മൾ അലട്ടിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുകൾ നമുക്ക് ഹിഫ്ളുണ്ടാവും? അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് നഷ്ടപ്പെട്ട സൂറത്തുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾക്കാതെ പോയ ഹദീസുകളെ കുറിച്ച്, അതിൻ്റെ നഷ്ടബോധത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ഭാഷ, ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ ഭാഷ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ ഭാഷ, അറബി അറിയാത്തതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടബോധം തോന്നി നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ, ദുഃഖിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഈമാൻ കുറഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത്,
തഖ്വ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത്, ജീവിതത്തിൽ ഒരു ഹറാമ് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത്, ഒരു നന്മക്ക് അവസരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സ്വഹാബത്ത് കരഞ്ഞു കലങ്ങി കണ്ണുമായി നബിയുടെ സന്നിധിയിൽ നിന്ന് തിരിഞ്ഞു നടന്നതുപോലെ നമുക്ക് തിരിഞ്ഞു നടക്കാൻ വിഷമം നമ്മൾ അലട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലാർഹമായ അൽ ഹുസ്നുൽ മശ്റൂ നമ്മെ പഠിപ്പിച്ച ദുഃഖമാണ്. ഈ ദുഃഖം നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും ദുനിയാവിൻ്റെ പേരിലുള്ള ദുഃഖത്തിൻ്റെ പേരിൽ പ്രതിഫലാർഹമായ ദുഃഖം നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. പലരും ചിന്തിക്കാത്തൊരു സംഗതിയാണ്. എപ്പോഴും ദുനിയാവിൻ്റെ വിഷമത്തെക്കുറിച്ചുള്ള പരാതിയും അതുപോലെ തന്നെ പരിഭവവും ഉത്കണ്ഠയും ആശങ്കയും അതിനുള്ള പരിഹാരം മാത്രമാണ് നമ്മൾ അന്വേഷിക്കാറ്. അതിനിടയിൽ കൂലി കിട്ടുന്ന ദുഃഖത്തെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കാറില്ല, നമ്മൾ ചിന്തിക്കാറില്ല. സഹോദരങ്ങളെ, ഇനി നമുക്ക് ആക്ഷേപാർഹമായ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുസ്നുൽ മംനൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ദുഃഖം വന്നു കഴിഞ്ഞാൽ ലൈസ മിന്ന മൻ ദറബൽ ഖുദൂർ വശക്കൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ. ദുഃഖം വന്നു കഴിഞ്ഞാൽ, വിഷമവും പ്രയാസവും ദുരിതവും അതിലകപ്പെട്ടാൽ കവിളത്തടിക്കുന്നവർ, മുഖത്തടിക്കുന്നവർ, വസ്ത്രം വലിച്ചു ചീന്തുന്നവർ, ജാഹിലിയത്തിൻ്റെ വിളികൾ വിളിക്കുന്നവർ, അതായത് ഒച്ചയിട്ട് അലമുറയിട്ട് കരയുന്നവർ, അതുപോലെ തന്നെ ജാഹിലിയത്തിൽ ആക്ഷേപവാക്കുകളും ശാപവാക്കുകളും ചൊരിയുന്നവർ, ഇവരൊന്നും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയും, ദുഃഖം വരുമ്പോൾ ചില ആളുകൾ വായ തോന്നിയൊക്കെ വിളിച്ചു പറയും. കരഞ്ഞ് അലമുറയിട്ട് ഒച്ചയിട്ടാക്കി, പിന്നെ മാറത്തടിച്ച്, സ്വന്തം ശരീരത്തെ നോവിച്ച്, ചില സ്ത്രീകൾക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല, വസ്ത്രം വലിച്ച് ചിന്തി. ഇത് ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലു മിൻ ഖത്റാൻ വദർ മിൻ ജറം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണിത്. ആരെങ്കിലും മരിച്ച മയ്യത്തിൻ്റെ പേരിൽ അലമുറയിട്ട് കരഞ്ഞാൽ, ശബ്ദമുണ്ടാക്കി കരഞ്ഞാൽ, ഖിയാമത്ത് നാളിൽ ടാറ് കൊണ്ടുള്ളൊരു വസ്ത്രം, അതല്ലെങ്കിൽ പിന്നെ ശിക്ഷാർഹമായൊരു പടയങ്കി പോലെയുള്ള ഒരു വസ്ത്രം, ഒരു മേലങ്കി അവർക്ക് ധരിക്കും. ജറം, ചൊറി കൊണ്ടുള്ള, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് അവശയാകുന്ന അവസ്ഥയിലുള്ള ഒരു വസ്ത്രം, അതല്ലെങ്കിൽ ടാറ് കൊണ്ടുള്ള ഒരു വസ്ത്രം അവർക്ക് ധരിപ്പിക്കപ്പെടും ശിക്ഷയായി. കാരണം അവർ നിയന്ത്രണം വിട്ടതിൻ്റെ പേരിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽ അവർ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ അവരെ ശിക്ഷിക്കുമെന്നാണ്. വേറെ ചില ഹദീസുകളിൽ കാണാം, മന്നീഹ അലൈഹി ഫഇന്നഹു യുഅദ്ദബു ബിമാ നീഹ അലൈഹി യൗമൽ ഖിയാമ. ആരാണോ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അലമുറയിട്ട് കരയുന്നത്, അതിൻ്റെ പേരിൽ ഖിയാമത്ത് നാളിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്നാണ്. എന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അതിൻ്റെ പരിധി എത്രയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും പെട്ടെന്ന് മരിച്ചാൽ, വേണ്ടപ്പെട്ടവരെ നഷ്ടമുണ്ടായാൽ, ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകും. അതിൻ്റെ പരിധി എത്രയാണ്? ആ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പരിധി എത്രയാണ്? മഹാനായ സഅദ് ഇബ്നു മുആദ റളിയല്ലാഹു അൻഹു, ഉബാദ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണശയ്യയിൽ രോഗത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, ഈ 3 സ്വഹാബികളുമായി അദ്ദേഹത്തെ കാണാൻ പോയി. അങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ബോധരഹിതനാണ്, അദ്ദേഹത്തിൻ്റെ ബോധം മറന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിച്ചു, അദ്ദേഹം മരണപ്പെട്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂലേ, അദ്ദേഹത്തിന് ബോധം മറിഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രയാസം കണ്ട് നബി കരഞ്ഞു എന്നാണ്. ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരഞ്ഞു. നബിയോടൊപ്പം കൂടെ ഉണ്ടായവരും നബി കരഞ്ഞത് കണ്ട് കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ കരയാം, പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണ് നീരുവാർക്കാം. നബി പക്ഷേ അതിൻ്റെ പരിധി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലാ തസ്മഊന ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ വലാ ബിഹുസ്നിൽ ഖൽബ് വലാകിൻ യുഅദ്ദിബു ബിഹാദാ. നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലാഹു കണ്ണുകൾ നിറയുന്നതിൽ നിന്നും അതുപോലെ തന്നെ കൽബ് വേദനിക്കുന്നത് കൊണ്ടും അല്ലാഹു ശിക്ഷിക്കുകയില്ല. വിഷമവും ദുരിതവും ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു കൊടുക്കുക, കരയുക, അല്ലാഹു ശിക്ഷിക്കുകയില്ല. ഹൃദയം വേദനിക്കുക, അല്ലാഹു ശിക്ഷിക്കുകയില്ല. വലാകിൻ യുഅദ്ദിബു ബിഹാദാ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലേക്ക് ചൂണ്ടി, നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ അലമുറയിടുക എന്നുള്ളത്
ഒച്ചുണ്ടാക്കി അട്ടഹസിച്ച് കരയുക എന്നുള്ളത് അത് ശിക്ഷാർഹമാകും. അതിനാണ് നിയാഹത്ത് എന്ന് പറയുന്നത്. അത് ജാഹിലിയത്തിൻ്റെ നടപടിക്രമമാണ്. അതുകൊണ്ട് വിഷമമുണ്ടായിക്കഴിഞ്ഞാൽ കരച്ചിൽ വരാം, ഹൃദയം നുറുങ്ങാം. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സംഭവിച്ചിട്ടുണ്ട്. നബിയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ ഖൽബ ലയഹ്സുൻ വ ഇന്നൽ ഐന ലതദ്മഅ വ ഇന്ന അലാ ഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഹൃദയം വേദനിക്കുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്, നിന്റെ വേർപാടിൽ ഇബ്രാഹിം ഞങ്ങൾ ദുഃഖിതരാണ്. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന. അതാണ് പരിധി. പക്ഷേ അള്ളാഹുവിന് തൃപ്തിയുള്ളതല്ലാതെ ഒന്നും നമ്മൾ പറയുകയില്ല. അള്ളാഹുവിന് തൃപ്തിയുള്ളതേ പറയാവൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് എന്നതേ പറയാവൂ. അതിനപ്പുറത്തുള്ള പറച്ചിലും കരച്ചിലും ശിക്ഷാർഹമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബി. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിനൊരു വക്കത്ത് നിന്നാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. അതായത് അവർക്ക് അള്ളാഹുള്ള ഈമാനിൽ തൗഹീദിൽ ഉറപ്പില്ല, യഖീനില്ല, ഇസ്തിഖാമത്തില്ല. ഒരു വക്കത്ത് നിന്ന് സംശയത്തിൻ്റെ മുൾമുനയിലാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ഫൈൻ അസ്വാബഹു ഖൈറു ഇത്മഅന്ന ബി. അവർക്ക് ദുനിയാവിൽ ഖൈറുണ്ടായോ അവർ സമാധാനത്തിലായി, അവർ സന്തോഷത്തിലായിരിക്കും. വൈൻ അസ്വാബത്ഹു ഫിത്നതു, അവർക്ക് എന്തെങ്കിലും ഫിത്ന ബാധിച്ചോ ഇൻ ഖലബ അലാ വജ്ഹിഹി, അവർ നേരെ കീഴ്മേൽ പറയും. ഒരു വേള അവരുടെ ദീൻ തന്നെ അവരെ നഷ്ടപ്പെടുത്തും. ഖസിറ ദുനിയ വൽ ആഖിറ, അങ്ങനെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരായി അവരെ നമുക്ക് കാണാൻ സാധിക്കും. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വ്യക്തമായ പരാജയം, നഷ്ടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, ഈ ആയത്ത് വളരെ ഗൗരവമുള്ള ആയത്താണ്. നമുക്ക് അല്ലാഹുവിൽ അടിയുറച്ച ഈമാൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഖൈർ ലഭിക്കുമ്പോൾ നമ്മൾ സമാധാനമടയുന്നു. വിഷമുണ്ടാകുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോവാണ്, നമ്മൾ ദീനിൽ നിന്ന് ബാക്ക്വേർഡ് ആവുകയാണ്. നമ്മുടെ തഖ്വയും നമ്മുടെ ഈമാനികമായ ശക്തിയും ആത്മീയതൊക്കെ ക്ഷയിച്ചു പോവുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് പിന്നീട് വരാനിരിക്കുന്നത്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന അവസ്ഥ. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമോ ഫിത്നയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ദീന് തന്നെ കൈയൊഴിയുന്നത് കാണാം. എന്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ദീൻ നഷ്ടപ്പെടുത്തുന്നത് കാണാം. എന്നിട്ട് ദീൻ നഷ്ടപ്പെടുത്തി എന്ന് വിചാരിക്കാം. ദീൻ നഷ്ടപ്പെടുത്തി ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, മുർത്തദായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തും, കുഫറിലേക്ക് എത്തുന്ന അവസ്ഥയെ കാണാം. അവരെ വാക്കിലും പ്രവർത്തനത്തിലും കുഫർ ശരിക്ക് പ്രകടമായി പിന്നീട് സംഭവിക്കുന്നത് കാണാം. എന്നിട്ട് എന്താണ് അവർക്ക് നേട്ടം? അവർ ഈ ദീൻ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംഭവിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കും. അവരെ നഷ്ടം നികത്താൻ പറ്റുമോ? ദീൻ കൈയൊഴിഞ്ഞാലും ദീനിലാണെങ്കിൽ അള്ളാഹു രേഖപ്പെടുത്തിയേ സംഭവിക്കുള്ളൂ. അത് ഈ മനുഷ്യനെ അറിയുന്നുണ്ടോ? ദീൻ നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് അവന് സംഭവിക്കുന്ന രണ്ട് നഷ്ടമാണ്. ഖസിറ ദുനിയ വൽ ആഖിറ. ദീനും നഷ്ടപ്പെടുത്തി, ദുനിയാവും നഷ്ടത്തിലാണ്. ഈ മനുഷ്യൻ എന്താ വിചാരിക്കുന്നത്? ദീന് കൊണ്ടാണ് ഈ നഷ്ടം, അതുകൊണ്ട് ദീന് കൈയൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവ് തിരിച്ചു കിട്ടുമോ? അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടല്ലോ മുമ്പ്. ആ നഷ്ടം, ദുനിയാവിൽ അവൻ്റെ നഷ്ടം പരിഹരിക്കാൻ ദീൻ കൈയൊഴിഞ്ഞാൽ ദുനിയാവിന് തിരിച്ചു കിട്ടുമോ? പറയും നിങ്ങൾ. ആളുകളുടെ അവസ്ഥ ഇതാണ്. പിന്നെ ദീനിനില്ലാത്ത കുറവൊന്നും ഉണ്ടാവില്ല. അവൻ്റെ കുറവോ അവൻ്റെ പ്രശ്നമോ, അവൻ അതിന് കാരണക്കാരനായത് എന്തുകൊണ്ടാണെന്നല്ല അവൻ അന്വേഷിക്കും. ദീനിൻ്റെ കുറവാണ്, ദീനുകൊണ്ടാണ്, ഈ ദീനനുസരിച്ചിട്ട് ഇങ്ങനെ ഞെരുങ്ങി വന്ന് ജീവിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് ദീന് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദുനിയാവിൽ നഷ്ടപ്പെട്ടത് അവന് തിരിച്ചു കിട്ടില്ല. അള്ളാഹു എഴുതി വെച്ചതേ സംഭവിക്കും. ദീനും അവൻ നഷ്ടപ്പെട്ടു. ഖസിറ ദുനിയ വൽ ആഖിറ. ദീനും ദുനിയാവും നഷ്ടപ്പെട്ടവനായി ഏറ്റവും വലിയ പരാജയത്തിൽ അവൻ ആപതിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുഃഖവും ദുരിതവും വിഷമവും ഉണ്ടായിക്കഴിഞ്ഞാൽ കൽബ് വേദനിക്കും, ഹൃദയം നുറുങ്ങും, കണ്ണ് നിറയും. പക്ഷേ തൃപ്തിയുള്ളതേ അള്ളാഹുവിനോട് നമ്മൾ പറയാവൂ, ക്ഷമയുടെ വാക്കുകൾ നമ്മൾ പറയാവൂ. എന്നിട്ട് ആ ദുഃഖത്തെ പരിഹരിക്കും. പിന്നെ ആ ദുഃഖത്തിൻ്റെ പിന്നാലെ ചടഞ്ഞുകൂടി അതിങ്ങനെ ആലോചിച്ച് ദുനിയാവ് തള്ളി നീക്കുക എന്നുള്ളത് അത്രയും ബാലിശമായ വില കുറഞ്ഞ പണിയുടെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. നമുക്ക് വളരെ ഗൗരവമുള്ള ചിന്തകളും പരലോകത്തേക്കുള്ള മോഹവും സ്വപ്നങ്ങളും പ്രതീക്ഷയും പ്രവർത്തനങ്ങളൊക്കെ ബാക്കിയുണ്ട്. അവിടേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നശിക്കുന്ന ദുനിയാവിന് വേണ്ടി ചിന്തയിലും വിഷമത്തിലും ദുഃഖത്തിലും ജീവിതം നശിപ്പിക്കേണ്ടവരല്ല നമ്മൾ. അങ്ങനെയാണ് നമ്മൾ അതിനെ ചികിത്സിക്കേണ്ടത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണു നിറയും ഹൃദയം വേദനയ്ക്കലൊക്കെ ഉണ്ടാകും. സഹോദരങ്ങളെ, ഈ ദുഃഖവും പ്രയാസങ്ങളും എപ്പോൾ അവസാനിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എപ്പോഴത് അവസാനിക്കുക? പല ആളുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴത് തീരുക? എത്ര കാലമായി ഞാൻ അനുഭവിക്കും? ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്.
രോഗങ്ങളായും പട്ടിണിയായും കടങ്ങളായും ഇങ്ങനെ എത്ര കാലമായി ഞാൻ അനുഭവിക്കുന്നു. പല ആളുകളും പ്രയാസങ്ങൾ അവർ അലട്ടുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യമാണ്, സഹോദരങ്ങൾ എന്താണ് അതിനുള്ള മറുപടി? എന്താണെന്നുള്ള മറുപടി? പണ്ഡിതന്മാർ അതിന് മനോഹരമായ മറുപടി പറഞ്ഞതായി കാണാം. ലയൻതഹിൽ ഹസൻ ഇല്ലാ ബിൻതിഹാഇൽ ഇബ്തിലാഅത്ത്. പരീക്ഷണങ്ങൾ അവസാനിക്കാത്തിടത്തോളം ദുഃഖങ്ങൾ അവസാനിക്കില്ല. കുറിച്ചു വെക്കണം ഈ വാചകങ്ങൾ നിങ്ങൾ. പരീക്ഷണങ്ങൾ അവസാനിക്കാത്തിടത്തോളം ദുഃഖങ്ങൾ അവസാനിക്കുകയില്ല. വലൻ തൻതഹിൽ ഇബ്തിലാഅത്ത് ഇല്ലാ ബിൻതിഹാഇ ദാരിൽ ബലാ. പരീക്ഷണത്തിൻ്റെ ലോകം അവസാനിക്കാത്തിടത്തോളം പരീക്ഷണങ്ങൾ അവസാനിക്കില്ല. പരീക്ഷണങ്ങളുടെ ലോകം അതവസാനിക്കാത്തിടത്തോളം പരീക്ഷണങ്ങൾ അവസാനിക്കില്ല. പരീക്ഷണങ്ങൾ അവസാനിക്കാത്തിടത്തോളം ദുഃഖങ്ങളും അവസാനിക്കുകയില്ല. ഫമാ ദാമൽ ഇൻസാനു യഹ്യാ അലാ വജ്ഹിൽ അർദ് ഫഇന്നൽ ബലാഅ യുലാസിമു മഹ്മാ ഖഫത് ഹിദ്ദതുഹു വഖഫ വതഉഹു വഹാന സബബുഹു. അതുകൊണ്ട് മനുഷ്യനെ ഈ ദുനിയാവിൽ ജീവിക്കുവോളം അവന് പരീക്ഷണം ഉണ്ടാവും. കാരണം ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ഗേഹമാണ്. ദുനിയാവിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഹ്സനു അമല. ആ പരീക്ഷണത്തിൽ ഏറ്റവും നന്നായി പണിയെടുക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ. ഇഖ്ലാസോടുകൂടി ഏതു പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലും അല്ലാഹ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഇഖ്ലാസ്, തൗഹീദ്, അത് കൈമുതലാക്കിയവൻ. ആ പരീക്ഷണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അവിടുത്തെ ചികിത്സാ മുറകൾ സ്വീകരിച്ച് നബിയെ പിൻപറ്റി ജീവിക്കുന്നവൻ, അങ്ങനെ ഇബാദത്തുകളിലും നന്മകളിൽ മുഴുകുന്നവൻ, അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. ഇങ്ങനെ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാനാണ് ഈ ജീവിതം, ഈ ദുനിയാവ് തന്നെ. അപ്പം മരിക്കുവോളം നമുക്ക് പരീക്ഷണം ഉണ്ടാവും. പരീക്ഷണത്തിൻ്റെ അവസാനം ദുനിയാവ് അവസാനിക്കോളം ഉണ്ടാവും. ആ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളിടത്താണ് നമ്മുടെ ചിന്ത ഉണ്ടാകേണ്ടത്. അള്ളാഹുവിലേക്ക് മടങ്ങി തൗഹീദ് കൊണ്ടാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്. പരീക്ഷണത്തിന് ദുനിയാവിൽ എപ്പോഴും പരീക്ഷണം ഒരുപോലെ ഉണ്ടാവും. അത് കൂടിയും കുറഞ്ഞും അതിൻ്റെ മൂർച്ചയും തീവ്രതയും അതിൻ്റെ കാരണവും കാര്യങ്ങളുമെല്ലാം അതിനേറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷേ പരീക്ഷണം ഉണ്ടാകും. മരിക്കുവോളം പരീക്ഷണം ഉണ്ടാവും. ദുനിയാവുള്ളിടത്തോളം പരീക്ഷണം ഉണ്ടാവും. ദുനിയാവ് പരീക്ഷണാലയമാണ്. ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ഗേഹമാണ്. അതുകൊണ്ട് മരിക്കുവോളം പരീക്ഷണത്തിന് പിന്നെ വിധേയനായി പരീക്ഷണങ്ങളെ നേരിടാൻ സജ്ജനായി തൗഹീദും ഈമാനും കൈമുതലാക്കി നമ്മൾ മുന്നൊരുക്കം നടത്തണമെന്നാണ് ചുരുക്കം. മരിച്ചു കഴിഞ്ഞാൽ പരീക്ഷണം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. ഈമാനിലും തൗഹീദിലുമാണ് മരിച്ചതെങ്കിൽ ആ മരിക്കുന്നതോടുകൂടി പിന്നെ പരീക്ഷണങ്ങളില്ലാത്ത സുഖങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷണത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഖദീജ ബീവിക്ക് സലാം അറിയിക്കാൻ പറയാണ്. അള്ളാഹുവിൻ്റെ സലാം, ജിബ്രീലിൻ്റെ സലാം. എന്നിട്ട് ഖദീജ ബീവിയോട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറയാണ്. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി. ഖദീജ ബീവിക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട്. എന്താണ് ആ ഭവനത്തിൻ്റെ പ്രത്യേകത? മിൻ ഖസബിൻ, മുത്തും പഴവും രത്നങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു കൊട്ടാരമുണ്ട് സ്വർഗത്തിൽ എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നബി തന്നെ ഇത് പറയുന്നതായി കാണാം. ലാ സഖബ ഫീഹി വലാ നസബ്. അവിടെ ഒരു ക്ഷീണവുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു ദുരിതവുമില്ല, ഒരു പരീക്ഷണവുമില്ല. ലൈസ ഫീഹാ ശൈഉം മിനൽ ആഫാതി തഅതരി അഹ്ലദ് ദുനിയ. ദുനിയാവിൻ്റെ ആളുകൾക്ക് ജീവിക്കുവോളം അവർ മരിക്കുവോളം ദുനിയാവ് നിലനിൽക്കുവോളം ഉണ്ടായ ഒരു പ്രയാസവും അവർക്ക് അവിടെ ബാധിക്കുന്നില്ല. ലൈസ ഫീഹ അയ്യു മദ്ഹരിൻ മിൻ മലാഹിരി തഅബിൻ നഫസി അവിൽ ജസദി. അതാണ് നമ്മുടെ പോയിന്റ്. ആ സ്വർഗത്തിൽ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച മാനസികമോ ശാരീരികമായ ഒരു പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. മാനസികമോ ശാരീരികമോ ആയ ഒരു പ്രയാസവും സ്വർഗത്തിൽ അനുഭവിക്കേണ്ടി വരില്ല. സ്വർഗത്തെ അള്ളാഹുവിൻ്റെ റസൂൽ വർണ്ണിച്ചത് എങ്ങനെയാണ്? ലാ സഖബ ഫീഹാ വലാ നസബ്. അതുകൊണ്ട് മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും അവസാനിക്കുന്ന എവിടെ വെച്ചാണ്? സ്വർഗത്തിൽ വെച്ചാണ്. ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസമില്ല, മാനസികമായിട്ടില്ല, ശാരീരികമായിട്ടില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രയാസങ്ങളെ ചികിത്സിക്കേണ്ടത് ആ സ്വർഗത്തിലെത്താനുള്ള പണിയെടുത്തിട്ടാണ്, ആ സ്വർഗത്തിലെത്താൻ അധ്വാനിച്ചുകൊണ്ടാണ്. അതല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റൊരു ചികിത്സ ഉണ്ടോ? പറയുന്ന സാധനങ്ങളുണ്ടോ? കുറേ മെഡിസിൻ കഴിച്ചാലും കുറേ കൗൺസിലിങ്ങിന് വിധേയനായാലും അതിന് പരിഹാരമാവോ? ആവില്ല. അതുകൊണ്ട്
ആ ചികിത്സയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക. അതിന് ഏറ്റവും അടിസ്ഥാനം തൗഹീദാണ്, ഈമാനാണ്. അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ ആകത്തുക. ഇനി സമയമുണ്ടോ നമുക്കിനി? അയ്യോ, നമ്മെ ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും സംരക്ഷിക്കുന്ന, നമുക്ക് പ്രതിരോധം തീർക്കുന്ന പ്രധാനപ്പെട്ട ചില മാർഗങ്ങളുണ്ട്. അത് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. ഒന്ന്, അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, അള്ളാഹുവിൻ്റെ തൗഹീദ് നമ്മൾ സാക്ഷാത്കരിക്കുക. പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസമേകുന്ന, അള്ളാഹുവിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം. അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയെ കുറിച്ച് പഠിക്കുക. അള്ളാഹു റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ ഗഫൂറാണ്, അവൻ വദൂദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. അവന് ഒരാളോടും, അവൻ്റെ പടപ്പുകളിൽ ഒരു സൃഷ്ടിയോടും അവൻ അന്യായം പ്രവർത്തിക്കുകയില്ല. അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അവനുള്ള പ്രതീക്ഷയെക്കുറിച്ച്, അവൻ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ പരിഗണിക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മായിലൂടെ, അള്ളാഹുവിൻ്റെ സിഫാത്തിലൂടെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുക. എങ്കിൽ ആ റബ്ബ് നൽകിയ പരീക്ഷണത്തിൽ അവൻ തന്നെ നമുക്ക് സമാധാനം നൽകും. തൗഹീദും അസ്മാ വ സിഫാത്തും അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതുക്കിക്കൊണ്ടേയിരിക്കുക. തൗഹീദിൻ്റെ പഠനം മരിക്കുവോളം തുടരുക. മടുക്കാതെ, ചടക്കാതെ, വെറുക്കാതെ തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കുക. മഹാനായ മൊറോക്കയിൽ ജീവിച്ച് മരിച്ച തഖിയുദ്ദീൻ ഹിലാലി റഹിമഹുല്ലാ 1990-കൾക്ക് മുമ്പ് മരിച്ച, ലോകത്തറിയപ്പെട്ട, ഇന്ത്യയിൽ വരെ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സംഭാവനകൾ നമുക്ക് കാണാം. ഇന്ത്യയിൽ വന്ന് യാത്ര ചെയ്തു വന്ന് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ അധ്യാപനം നടത്തിയിട്ടുണ്ട്. ലോകത്തറിയപ്പെട്ട, ലോകത്തുടനീളം സഞ്ചരിച്ച് പ്രബോധന മേഖലയിൽ പാണ്ഡിത്യം കൊണ്ടും വൈജ്ഞാനിക സംഭാവനകൾ കൊണ്ടും ശ്രദ്ധ അറിയിച്ച മഹാനായ പണ്ഡിതനായിരുന്നു തഖിയുദ്ദീൻ ഹിലാലി റഹിമഹുല്ലാ. പണ്ഡിതനായിരുന്നു അദ്ദേഹം. കിതാബ് തൗഹീദിനെ പറ്റി പറയുന്നൊരു വാചകമുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ തൗഹീദുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരു തവണ വായിച്ചു പോലും നോക്കാത്ത ഗ്രന്ഥമാണിത്. തൗഹീദിൻ്റെ കുത്തക അവകാശപ്പെടുന്ന, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും അവിടുത്തെ ദീൻ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പോലും കണ്ടിട്ടില്ലാത്ത, അവർക്ക് പരിചയമില്ലാത്ത, അവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത കിതാബ് തൗഹീദ് നമ്മുടെ നാട്ടിൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ കിതാബ് തൗഹീദിനെ പറ്റി തഖിയുദ്ദീൻ ഹിലാലി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, കിതാബ് തൗഹീദ് നിങ്ങൾ നിർത്താതെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴൊക്കെ നിങ്ങളത് പഠിച്ച് അവസാനിപ്പിക്കുന്നു, അതിൻ്റെ വായന അവസാനിപ്പിക്കുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ ആദ്യം ഒരു വീണ്ടും തുടങ്ങണം. ഞാനത് ചെയ്യാറുണ്ട്. മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴൊക്കെ കിതാബ് തൗഹീദ് വായിച്ച് അവസാനിപ്പിക്കുന്നു, അപ്പോഴൊക്കെ അത് വീണ്ടും ആദ്യം പോലെ തുടങ്ങാറുണ്ട്. രണ്ട് കാരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, തൗഹീദുള്ള ആളുകൾ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും വായിക്കുന്നത്? തൗഹീദുള്ളവർ എന്തിനാണ് വീണ്ടും വീണ്ടും തൗഹീദ് പഠിക്കുന്നത്? തൗഹീദ് അവർക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും എന്തിനാണ് ഈ പറയുന്നത്? തൗഹീദ് ഉറക്കാൻ, തൗഹീദ് പുതുക്കാൻ, തൗഹീദിൽ സ്ഥൈര്യത്തോടെ മരണം വരെ നിലകൊള്ളാൻ, തൗഹീദിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാൻ, ഈമാൻ അത് ചുരുങ്ങിപ്പോകാതിരിക്കാൻ, അത് ദുർബലമാകാതിരിക്കാൻ, തൗഹീദുള്ളവരുടെ തൗഹീദ് കൂടുതൽ ശക്തമാകാൻ കിതാബ് തൗഹീദ് വീണ്ടും വീണ്ടും പഠിച്ചാൽ, വായിച്ചാൽ നിങ്ങൾക്ക് അതിന് സഹായമാകും. തൗഹീദുള്ളവർക്കുള്ള നേട്ടതാണ്. തൗഹീദിൽ തെന്നി സഞ്ചരിക്കുന്നവർ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംശയം കൊണ്ടോ തൗഹീദിൻ്റെ പൂർണ്ണ നിരക്കാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടോ തെന്നി മാറുന്നവർ, ശിർക്കിലേക്ക് വ്യതിചലിക്കുന്നവർ, അവരെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കാനും ഈ പഠനം നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും സാധിക്കുമ്പോൾ എന്നും തൗഹീദിനെ കുറിച്ച് പറയുന്ന ഒരു ദർസ്, ഒരു സംസാരം, ഒരു ഉപദേശം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഖുർആൻ, ഹദീസ്, ഖുർആനിലുടനീളം തൗഹീദാണ്. ഖുർആനിൻ്റെ എല്ലാ ആയത്തുകളും തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിന് നമ്മൾ വെറുതെ പരിഭാഷ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ മാത്രം തപ്പിക്കഴിഞ്ഞാൽ ഖുർആനിലെ തൗഹീദിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ ആശയ പ്രപഞ്ചത്തിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. അത് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ, സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ അതിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഖുർആൻ വിശദീകരിച്ച് തരുന്നവരെ കേൾക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ദീൻ, തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വിളിച്ച് തേടാൻ പാടില്ല, മക്ബറയിൽ പോകാൻ പാടില്ല, ജാറത്തിൽ പോകാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രം ഞാൻ ദുആ ചെയ്യുന്നുള്ളൂ, അല്ലാഹുവിനെ കറക്കുന്നില്ല, നേർച്ചയാക്കുന്നില്ല. കഴിഞ്ഞു തൗഹീദ്. തൗഹീദിന്റെ സൗന്ദര്യവും ആഴവും, വറ്റാത്ത കടൽ പോലെയുള്ള അതിൻ്റെ പരപ്പും എത്രയാണ്!
അത് പഠിക്കുന്തോറും അതിൻ്റെ മഹത്വം, മഹനീയതയും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളിവിടെ സംഘടിപ്പിക്കുന്ന ഈ ദർസിൽ, ഈ മജ്ലിസിൽ തൗഹീദ് സംസാരിക്കുന്ന, നിരന്തരം തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ദർസ് തുടർച്ചയായി സംഘടിപ്പിക്കുക. എന്തു പ്രശ്നത്തിനും, ഏതു പ്രതിസന്ധിക്കും, ഏത് വിഷമത്തിനും, ഏത് ഉത്കണ്ഠയ്ക്കും, ഏത് വിശാലത്തിനും പരിഹാരം തൗഹീദ് കൊണ്ടല്ലാതെ പറ്റില്ല. തഹ്ഖീഖു തൗഹീദ്, തൗഹീദിൻ്റെ സാക്ഷാത്കാരമാണ്. അതാണ് എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കുള്ള ഒറ്റമൂലി. ഇതാണ് ഒന്നാമതായി നമ്മൾ പറയേണ്ടത്. ഇതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത്. അതൊന്നുകൂടി ഞാൻ അരക്കെട്ട് ഉറപ്പിച്ച് പറയട്ടെ. രണ്ടാമത്തെ കാര്യം, പണ്ഡിതന്മാർ പല മാർഗങ്ങളും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം റിളാ, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. എന്തപ്പോൾ ചെയ്യുക, ക്ഷമിക്കില്ല നിർവാഹമില്ലല്ലോ എന്ന പറച്ചിലല്ല. അള്ളാഹ് എന്തെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ഒരു ഒഴുക്കിൽ അങ്ങനെ പറയല. പക്ഷെ തൃപ്തിയിടാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. ഞാൻ എന്ത് തലകുത്തി പറഞ്ഞാലും, ഞാൻ എന്ത് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാലും, ഞാൻ എന്ത് മുന്നൊരുക്കം നടത്തിയാലും ഇതേ സംഭവിക്കും. എനിക്ക് സംഭവിച്ചതൊന്നും സംഭവിക്കാതെ പോകേണ്ടതല്ല. അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ തൃപ്തി ഉണ്ടല്ലോ, ഇത് നേടാൻ സാധിച്ചാൽ എത്ര വലിയ പരീക്ഷണവും പുഷ്പം പോലെ ഇല്ലാതായിത്തീരും. ബിഇദ്നില്ലാ, തൃപ്തി അടയുക. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഒരു ഹദീസ്, ذاق حلاوة الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا. ഈമാനിന്റെ മധുരം ഒരാൾ അനുഭവിച്ചു. ആരാണവൻ? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവൻ. വെറുതെ നാവ് കൊണ്ടുള്ള അവകാശമാതല്ല, പ്രഖ്യാപനമല്ല, ചേർത്തിപ്പറയലല്ല. എന്തു പ്രയാസം വന്നാലും അല്ലാഹ്, അവനാണ് എൻ്റെ റബ്ബ്, അവനാണ് ഇത് വിധിച്ചവൻ, അവനാണ് ഇത് നടപ്പിലാക്കിയവൻ, അവൻ തന്നെയാണ് ഇതിന് പരിഹാരം എനിക്ക് നൽകാൻ കഴിയുന്നവൻ, അവൻ മാത്രമാണ്. അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അവനാണ് എൻ്റെ ഉടമസ്ഥൻ, അവനാണ് എന്നെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് രക്ഷിക്കുന്നവൻ, അവനാണ് ശിക്ഷിക്കുന്നവൻ, അവനാണ് എന്നെ ചിരിപ്പിക്കുന്നവൻ, അവനാണ് എന്നെ കരയിപ്പിക്കുന്നവൻ, അവനാണ് എന്നെ പൊക്കുന്നവൻ, അവനാണ് എന്നെ താഴ്ത്തുന്നവൻ, അവനാണ് എന്നെ നിയന്ത്രിക്കുന്നവൻ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസവും ദുഃഖവും ദുരിതവും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞ മഹത്തായ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മകനാണ്. വബ്നു അമതിക്, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. എൻ്റെ മാതാവും പിതാവും നിന്റെ അടിമകളാണ്, അവരുടെ മകനാണ് ഞാൻ, നിന്റെ അടിമയാണ് ഞാൻ. നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ്, എൻ്റെ നിയന്ത്രണം, എൻ്റെ പിടുത്തം നിന്റെ കരങ്ങളിലാണ്. മാദിൻ ഫീ ഹുക്മുക്, നിന്റെ വിധിയാണ്, നിന്റെ തീരുമാനമാണ് എന്നിൽ നടപ്പിലാകുന്നത്, നീ വിധിച്ചതു മാത്രം. ആദിലുൻ ഫീ ഖലാഉക്, പ്രതീക്ഷിക്കാതെ, നിലച്ചിരിക്കാതെ, ആകസ്മികമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീ നിർണയിച്ചാൽ, ആദിലുൻ ഫീ ഖലാഉക്, നിന്റെ വിധിയും നിർണയവും നീതിയാണ്, ദ്രോഹമല്ല, അന്യായമല്ല, അക്രമമല്ല, അനീതിയല്ല, നീ നീതിമാനാണ്. നിന്റെ തീരുമാനം എന്നിൽ നീതിയാണ്, നീ വിധിച്ചതേ എന്നിൽ നടക്കുന്നുള്ളൂ. ആദിലുൻ ഫീ ഖലാഉക്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിനക്ക് നീ നിശ്ചയിച്ചിട്ടുള്ള നിന്റെ നാമങ്ങൾ, നിന്റെ അസ്മാഉൽ ഹുസ്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ തേടുന്നു റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക്, അതല്ലെങ്കിൽ നീ നിന്റെ കിതാബുകളിലൂടെ നിന്റെ അമ്പിയാക്കൾക്ക് വഹിയായി നൽകിയ നിന്റെ നാമങ്ങൾ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അതല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ മലക്കുകൾക്കോ നിന്റെ അമ്പിയാക്കൾക്കോ മുർസലീങ്ങൾക്കോ സ്വാലിഹീങ്ങൾക്കോ നീ അറിയിച്ചു കൊടുത്ത നിന്റെ മഹിതമായ നാമഗുണങ്ങൾ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അതല്ലെങ്കിൽ നിനക്ക് മാത്രം അറിയുന്ന നിന്റെ രഹസ്യജ്ഞാനത്തിൽ നീ അടക്കി വച്ച, നീ ആർക്കും അറിയിച്ചു കൊടുക്കാത്ത നിന്റെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. എന്താണ് ആ ചോദ്യം? അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ നിന്റെ കലാമായ, നിന്റെ സംസാരമായ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ റബ്ബേ. സുബ്ഹാനല്ലാഹ്. അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി, നിന്റെ ഖുർആനിനെ, നിന്റെ കലാമിനെ എൻ്റെ നെഞ്ചകത്തിന് പ്രകാശമാക്കണമേ റബ്ബേ. വജലാഅ ഹുസ്നി വദിഹാബ ഹമ്മി, എൻ്റെ വിഷമത്തെയും എൻ്റെ ദുഃഖത്തെയും ഇല്ലാതാക്കി കളയുന്ന, ദൂരീകരിക്കുന്ന മന്ത്രമാക്കി എൻ്റെ ഹൃദയത്തിന് ശമനൌഷധമാക്കി നീ മാറ്റണമേ റബ്ബേ.
ഇങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ അവന്റെ വിഷമത്തിനും ദുഃഖത്തിനും ദുരിതത്തിനും പകരം അള്ളാഹു സന്തോഷവും സമാധാനവും നൽകാതിരിക്കുകയില്ല. സ്വഹാബത്ത് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങൾ പഠിക്കട്ടെ? നബി പറയണം, ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ അവരൊക്കെ ഇത് പഠിക്കണം ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ദുആയാണ്. തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുന്ന, അതിനുശേഷം അള്ളാഹുവിന്റെ തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകണമെങ്കിൽ ഖുർആനിന്റെ അർത്ഥവും ആശയം നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. നമ്മളിൽ പലർക്കും നമുക്ക് മനപ്പാടമുള്ള ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു വെച്ച ചെറിയ സൂറത്തുകളുടെ വരെ അർത്ഥം അറിയില്ല. എന്താണ് നമ്മുടെ റബ്ബ് അതിലൂടെ നമ്മോട് സംസാരിച്ച് നമുക്കറിയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മളിൽ പല ചെറുപ്പക്കാർക്കും ന്യൂജൻ മക്കൾക്ക് അറിയില്ല. ഖുർആനിന്റെ രഹസ്യമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഉമ്മുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും 6000-ൽ പരം ആയത്തുകളുടെയും സംഗ്രഹമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, ഒന്നാമത്തെ സൂറത്ത്. അതുകൊണ്ടാണ് ആ സൂറത്ത് ദിവസവും നിസ്കാരത്തിൽ നമ്മൾ ഓരോ നിസ്കാരത്തിലും ഫർദാകട്ടെ സുന്നത്താകട്ടെ ഒഴിച്ചു നിർത്താതെ വീണ്ടും ആവർത്തിച്ച് നമ്മൾ ആ സൂറത്ത് പാരായണം ചെയ്യുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം തന്നെ അത്ഭുതമാണ്. നമ്മൾ പലരും പഠിച്ചിട്ടില്ല. ഈ ഖുർആനുടനീളം നമുക്ക് നമ്മുടെ വിഷമത്തിനും പ്രയാസത്തിനും സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് വസന്തവും, ഖുർആനിനെ വസന്തമാക്കണമെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. വസന്തകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മനുഷ്യർക്കും നല്ല പച്ചപ്പും പൂക്കൾ പുഷ്പിക്കലും അവയുടെ സുഗന്ധവും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹ വർഷവും കാലാവസ്ഥ വളരെ സുഗമമായ അവസ്ഥയുമെല്ലാം കളിയാടുന്ന, പ്രകൃതിയിൽ ആളുകൾക്ക് സമാധാനവും കൺകുളിർമയും സമ്മാനിക്കുന്ന ഒരു കാലയളവാണ് വസന്തകാലം എന്ന് പറഞ്ഞാൽ. അത് ഹൃദയത്തിലുണ്ടാവുമെന്ന് പറഞ്ഞാൽ ആ സംഗതി ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നോക്കൂ, നിങ്ങൾ പെട്ടെന്ന് കനത്ത ചൂടിലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ, മഴ പെയ്യണ്ട, മഴ പെയ്യുന്ന നമ്മൾ കാണണ്ട, അതിൻ്റെ ഒച്ച കേട്ട് നമ്മളെ ഹൃദയം തണുക്കൂലേ? ഒരു കുളിർമ അങ്ങനെ കോൾമേൽ കൊള്ളൂലേ? ഹൃദയത്തിലൊരു തണുപ്പും ആശ്വാസം അനുഭവപ്പെടൂലേ? ഇതുപോലെ പ്രപഞ്ചത്തിലെ റബീഅ പോലെ, വസന്തം പോലെ നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ വസന്തം വിതറുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഹൃദയത്തിൽ ആ ഖുർആനിൻ്റെ വസന്തം വിരിയുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. വിഷമത്തിനുള്ള പരിഹാരമാണ് അത്. നമ്മുടെ പ്രകാശമാകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, ഖുർആനിൽ തൗഹീദ് പഠിക്കണം. വിഷമങ്ങളും ദുരിതങ്ങളും മാറാനുള്ള മറ്റൊരു മന്ത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനോടുള്ള ദിക്റിൽ നമ്മൾ സദാ നിലകൊള്ളുക. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിൻ്റെ അർത്ഥമറിഞ്ഞ് ആ ദിക്റുകൾ, നിങ്ങൾ ആ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളുടെ അർത്ഥം മറിച്ച് നോക്കി. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ലഭ്യമാണ്, ഔറാദ് എന്നുള്ള ആപ്പായിട്ട്. അർത്ഥമറിഞ്ഞ ആ ദുആകളൊക്കെ ചൊല്ലി നോക്കി. എന്താണ് അതിൻ്റെ രഹസ്യങ്ങൾ? എന്താണ് അതിൻ്റെ അത്ഭുതങ്ങൾ? അത് നൽകുന്ന ആശ്വാസം എത്രയാണ്? പലപ്പോഴും നമുക്ക് അറിയുന്ന ദിക്റുകൾ വരെ നമ്മളിങ്ങനെ യാന്ത്രികമായി നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലി തീർക്കാന്നല്ലാതെ അതിൻ്റെ രഹസ്യങ്ങൾ, അർത്ഥങ്ങൾ നമ്മൾ അറിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിൽ നമുക്ക് പരിഹാരമാകുന്ന മറ്റൊരു മന്ത്രമാണ്. മൂന്നാമത്തെ കാര്യം അൽ ഖനാഅ, തൃപ്തി അടയുക എന്നുള്ളത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. അള്ളാഹു നൽകിയ ജീവിത വിഭവങ്ങൾ, ദുനിയാവിലെ സൗകര്യങ്ങൾ എത്ര കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തി അടയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന് വേണ്ടി ചോദിച്ചത് കൂത്തുയോ, ഒരു ദിവസത്തെ കൂത്താണ്. അല്ലാഹുമ്മ ജൽ റിസ്ക ആലി മുഹമ്മദിൻ കൂത, അള്ളാഹു മുഹമ്മദിന്റെ കുടുംബത്തിന് അന്നന്നത്തേക്കുള്ള കൂത്തിന്റെ വക നീ നൽകണമെന്നാണ്. തലമുറകൾക്ക് അടക്കി വെക്കാനുള്ള സമ്പാദ്യവും ആസി നൽകണമെന്നല്ല ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തെ കൂത്ത്, ഒരു ദിവസമുള്ള നിർഭയത്വം, ഒരു ദിവസമുള്ള ആഫിയത്ത്, സൗഖ്യം, ആരോഗ്യം, അവരെ കുറിച്ച് പറഞ്ഞ ദുനിയാവും അതിലുള്ളത് മുഴുവൻ നേടിയവനെ പോലെയാണ്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ വമാ ഫീഹാ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ദിവസം രാവിലെ നിർഭയത്വത്തിൽ ആരോഗ്യവാനായി, ആരെയും പേടിക്കാതെ, ശത്രുഭീഷണിയില്ലാതെ, ശരീരത്തിൽ ആരോഗ്യമുള്ളവനായി, അന്നത്തെ ദിവസത്തിലുള്ള ഭക്ഷണം തനിക്കും കുടുംബത്തിനും കണ്ടെത്തുന്നവനായി ഒരാൾ നേരം പുലർന്നാൽ ദുനിയാവും അതിലുള്ളത് മുഴുവനും നേടിയവനെ പോലെയാണ് അവനാണ്. ദുനിയാവിൽ ഉള്ളതുകൊണ്ട് ഇന്നത്തെ എൻ്റെ അവസ്ഥയാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഇജ്ജത്തോടുകൂടി ജീവിക്കാനുള്ള വക എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്, ദുനിയാവ് അതിലപ്പുറത്തും കിട്ടിയതാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിയടയുക. ലൈസൽ ഗിനാ അൻ കസറത്തിൽ ഗറദ്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സ്.
ദുനിയാവിലെ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ സൗകര്യങ്ങളും വിഭവങ്ങളും ഒരുപാട് ഉണ്ടാവുക എന്നുള്ളതല്ല, മറിച്ച് അൽഗിന നഫ്സ്, മനസ്സിൽ 10 റുപ്യാണ് മിച്ചുള്ളതെങ്കിലും, മാസം അവസാനിക്കുമ്പോൾ 10 റുപ്യാണ് മിച്ചുള്ളതെങ്കിലും, കടവും പരിവട്ടവും അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഒരു ചെറ്റക്കുടിലാണെങ്കിലും ജീവിക്കാൻ സാധിക്കും. മാനസിക ധന്യത, മനസ്സിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ്, ഞാൻ ആദ്യം പറഞ്ഞു തൗഹീദ്, രണ്ടാമത് പറഞ്ഞത് അള്ളാഹുവിനെ സദാ ദിക്ർ ചെയ്യുക, റിള, പ്രയാസങ്ങളും പരീക്ഷകളും ഉണ്ടാകുമ്പോൾ തൃപ്തി അടയുക, ക്ഷമിക്കുക ഉള്ളത് കൊണ്ട്, പിന്നെ അൽ ഖനാഅത്ത്, സായുജ്യം അടയുക, തുച്ഛമായ വിഭവങ്ങളിൽ നമ്മൾ സമാധാനം കൈക്കൊള്ളുക. അഞ്ചാമതായി ഞാൻ അവസാനിപ്പിക്കുകയാണ്, അൽ അമലു സ്വാലിഹ്. അൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങളിൽ മുഴുകുക, പരമാവധി നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. ആരാണോ ഈമാനുള്ളവനായി തൗഹീദുള്ളവനായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ആണാകട്ടെ പെണ്ണാകട്ടെ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്കാണ് സമാധാനമുള്ള ജീവിതം, അവർക്കാണ് പ്രയാസമില്ലാത്ത ജീവിതം, അവർക്കാണ് ദുരിതമില്ലാത്ത മനസ്സമാധാനത്തോടു കൂടിയുള്ള നല്ല ജീവിതമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് പരമാവധി നന്മകളിൽ മുഴുകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം മനോഹരവും പരിശുദ്ധവും സമാധാനപൂർണ്ണവുമാക്കുമെന്നതാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ വിശാലതയുണ്ടാക്കും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത അവസ്ഥ നമ്മുടെ ഹൃദയം ഞെരുക്കും. അള്ളാഹു പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരാണോ എന്നെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് പുറംതിരിഞ്ഞു കളയുന്നത് അവനാണ് ഇടുങ്ങിയ ജീവിതം. അള്ളാഹുവിനെ കുറിച്ച് സ്മരണയില്ലാത്തവർക്കാണ് ഇടുങ്ങിയ ജീവിതം. ദുനിയാവിൽ എന്തവനുണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ കൽബിലില്ലേ, ആളുകൾക്ക് മുമ്പിൽ വലിയ പൊലിപ്പും ഹൈപ്പും വലിയ സന്നാഹവും സൗകര്യവും പട്ടാളവും പരിവാരങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ സഞ്ചരിക്കും. കാരണം എന്താ? കൽബിൽ പേടിയാണ്, ഹൃദയം ഞെരുങ്ങിയിട്ടാണ്, അവൻ്റെ ഉള്ളിൽ നിർഭയത്വമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ലാത്തവനാണോ അവൻ്റെ ഹൃദയം ഞെരുങ്ങിയിട്ടായിരിക്കും, അവൻ്റെ ജീവിതം ഇടുക്കത്തിലായിരിക്കും. ദുനിയാവിൽ ആളുകൾക്ക് മുമ്പിൽ എത്ര വിശാലത അവൻ കാണിച്ചാലും ശരി. വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമ, അത്തരക്കാരെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അന്ധരായി ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഒരായത്ത് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു പറഞ്ഞു, വലഖദ് നഅലമു അന്നക യളീഖു സുദ്റുക ബിമാ യഖൂലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ പീഡനവും ശത്രുക്കളെ കൊണ്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടിച്ചപ്പോൾ അള്ളാഹു ആശ്വസിപ്പിച്ചുകൊണ്ടുകൊണ്ട്, നബിയെ, താങ്കളുടെ ഹൃദയം അവർ പറഞ്ഞത് കാരണത്താൽ ഞെരുങ്ങിപ്പോയത് നാം അറിയുന്നുണ്ട്. ഹൃദയം ഞെരുക്കത്തിൽ നിന്ന് ഇടുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് സമാധാനത്തിലേക്ക് വരാൻ അള്ളാഹു നബിയെ ഓർമ്മിപ്പിക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബി, താങ്കൾ റബ്ബിനെ തസ്ബീഹ് ചെയ്യുക, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ സദാ ദിക്ർ ചെയ്യുക. വകും മിനസ് സാജിദീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദിൽ വീഴുക, അള്ളാഹുവിന് സുജൂദിൽ വീഴുക. വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ, ഉറപ്പായ മരണം വരെ, സുനിശ്ചിതമായ മരണം വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞെരുങ്ങിയ ഹൃദയം വിശാലമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസങ്ങൾ ഉണ്ടായാൽ വേഗം മുതിർത്ത് 2 റക്അത്ത് നിസ്കരിക്കുക, സുജൂദിൽ വീഴുക. നമുക്ക് റബ്ബിനോട് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന സന്ദർഭമാണ് സുജൂദ്. ഒരടിമക്ക് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് സുജൂദ്. സുജൂദിൽ കിടന്ന് നെഞ്ചുപൊട്ടി നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നമ്മൾ പേറിയ പ്രയാസത്തിൻ്റെ മാറാപ്പുകളെല്ലാം നമ്മൾ നടന്നു നീങ്ങുന്ന മണ്ണിൽ സുജൂദിൽ നിലത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെക്കുക. നമ്മുടെ പ്രയാസങ്ങളെല്ലാം സുജൂദിൽ കിടന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുക, അള്ളാഹുവിനോട് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരമേകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദും ഈമാനും മുറുകെ പിടിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സദാ ദിക്ർ ചെയ്ത് അവൻ്റെ പരീക്ഷണങ്ങൾ തൃപ്തിയടഞ്ഞ് എല്ലാം അവനിലേക്ക് മടങ്ങി ഉള്ളതുകൊണ്ട് സായുജ്യമടഞ്ഞ് വിഭവങ്ങളിൽ പരാതിയില്ലാതെ അന്നന്നത്തേക്കുള്ള വകയിൽ സായുജ്യമടഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സൽക്കർമ്മങ്ങളിൽ മുഴുകി പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന യഥാർത്ഥ വിജയികളായ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.